നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവശ്യമെങ്കിൽ സഭ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ. സഭ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ട സാഹചര്യം ഉണ്ടാക്കരുതെന്നും ഫാദർ ഫിലിപ്പ് കവിയിൽ. പെൺകുട്ടികൾ ബിരുദ പഠനത്തിൽ വിദ്യാഭ്യാസം മതിയാക്കരുതെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. ബിരുദാനന്തര ബിരുദ കോഴ്സിലും ഗവേഷണ മേഖലയിലും മുന്നേറി വിവിധ തലങ്ങളിലെ ജോലി കരസ്ഥമാക്കണമെന്നും സ്പീക്കർ. കോതമംഗലത്ത് സ്വകാര്യ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ. മന്ത്രിയുടെ തലയിൽ എന്തെങ്കിലും വെച്ചുകെട്ടി വിവാദമുണ്ടാക്കാൻ ശ്രമിക്കേണ്ടെന്നും കെ ബി ഗണേഷ് കുമാർ. കണ്ണൂരിൽ കേബിൾ ടിവി ശൃംഖല വ്യാപകമായി മുറിച്ചു നശിപ്പിച്ച കെഎസ്ഇബി ഉദ്യോഗസ്ഥന്റെ ഹീനമായ നടപടിക്കെതിരെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. സംഭവത്തിൽ പ്രതിഷേധിച്ച് ചൊവ്വ കെഎസ്ഇബി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും. വാർത്തകൾ വിശദമായി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവശ്യമെങ്കിൽ സഭ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ. സഭ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ട സാഹചര്യം ഉണ്ടാക്കരുത്. അവഗണിക്കുന്നവരെ തിരിച്ചും അവഗണിക്കും. 50ഓളം മണ്ഡലങ്ങളിൽ സഭയ്ക്ക് ശക്തമായ സ്വാധീനമുണ്ട്. ക്രൈസ്തവ സമൂഹത്തെ അവഗണിച്ചാൽ ദോഷമുണ്ടാകുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സർക്കാരിന്റെ സമീപനം അവിടെ നിൽക്കട്ടെ. കേരള സർക്കാർ തന്നെ ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്തതാണ് അവരുടെ പ്രകടന പത്രികയിൽ 250 രൂപ തരാണ്. നാളിതുവരെ ഈ 250 രൂപ ഒരു മരീചികയായിട്ട് അവശേഷിക്കുകയാണ്. എന്തുകൊണ്ട് അവർ സ്വന്തം താല്പര്യം അനുസരിച്ച് പറഞ്ഞ കാര്യം പാലിക്കുന്നില്ല? നമ്മളൊരു വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ? കേന്ദ്രം അവിടെ നിൽക്കട്ടെ. കേരളത്തിന് ചെയ്യാൻ പറ്റുന്നത്, ഒരു ഘട്ടത്തിൽ കത്തോലിക്ക കോൺഗ്രസ് അതിശക്തമായി ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അവർ നക്കാപ്പിച്ച പോലെ 10 രൂപ കൂട്ടിത്തന്നു. അത് കളിയാക്കുന്ന തുല്യമല്ലേ? ഈ നാട്ടിലെ ബാക്കി എല്ലാ കാര്യത്തിനും ഗവൺമെൻറ്റിന് ശ്രദ്ധയുണ്ട്, പണമുണ്ട്. പക്ഷേ ക്രൈസ്തവരുടെ അല്ലെങ്കിൽ കർഷകരുടെ കാര്യം വരുമ്പോൾ, ക്രൈസ്തവരുടെ എന്നല്ല, അവിടെ കർഷകരുടെ കാര്യമാണ്. സാധാരണക്കാരനായ റബ്ബർ കർഷകൻ്റെ, കുട്ടനാട്ടിലെ നെൽകർഷകരുടെയൊക്കെ വിഷയം വളരെ നീറുന്ന പ്രശ്നമാണ്. അത് പരിഹരിച്ചില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധി ഇവിടെ ഉണ്ടാക്കും. കേന്ദ്ര സർക്കാർ ഇടപെടണേ. കേരള സർക്കാർ അതിന് സത്യമായിട്ട് അവിടെ ആവശ്യപ്പെടണം. ഞങ്ങൾ തയ്യാറാണെന്ന് ഞങ്ങൾ പറഞ്ഞാണ്. കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യാൻ ഞങ്ങൾ കൂട്ടത്തിൽ നിൽക്കാമെന്ന് പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. അതിന് അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ കേരള സർക്കാർ 250 രൂപ തരാമെന്ന് പറയുന്നത്? അപ്പോൾ അവർക്ക് സാധിക്കാത്തൊരു കാര്യം അവർ വാഗ്ദാനം ചെയ്ത് ഞങ്ങളെ കബളിപ്പിച്ചു എന്ന് വേണോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ. കണ്ണൂരിൽ കേരള വിഷൻ കേബിൾ ടിവി ശൃംഖല വ്യാപകമായി മുറിച്ചു നശിപ്പിച്ച കെഎസ്ഇബി ഉദ്യോഗസ്ഥരുടെ ഹീനമായ നടപടിക്കെതിരെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കെഎസ്ഇബി ചൊവ്വ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ താഴെച്ചൊവ്വ കീഴ്ത്തുള്ളി ബൈപ്പാസിൽ കേരള വിഷൻ, കണ്ണൂർ വിഷൻ കേബിൾ ടിവി ഇന്റർനെറ്റ് ലൈനുകൾ വ്യാപകമായി മുറിച്ച് നശിപ്പിച്ചത്. കണ്ണൂർ ചൊവ്വ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിലെ സബ് എഞ്ചിനീയറാണ് ഈ ഹീന പ്രവൃത്തിക്ക് നേതൃത്വം നൽകിയത്. വില കൂടിയ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ നശിപ്പിച്ചത് കാരണം ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. കെഎസ്ഇബിയുടെ ഈ നടപടി കാരണം പ്രദേശത്തെ 2 ആശുപത്രികളിലും പത്രസ്ഥാപനങ്ങളിലും 2 ലക്ഷത്തിലധികം വീടുകളിലുമാണ് ഇന്റർനെറ്റ് കേബിൾ ടിവി ബന്ധം നിലച്ചത്. ഉദ്യോഗസ്ഥന്റെ ഈ കാടത്ത നടപടിക്കെതിരെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ചൊവ്വ കെഎസ്ഇബി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. ചേർത്ത് നിർത്തിക്കൊണ്ട് ചെറുകിട വ്യവസായം
എന്നുള്ള നിലയിൽ തുടങ്ങിയിട്ടുള്ള കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആളുകളോട് ചെയ്തിട്ടുള്ള ഈ ഒരു ക്രൂരത അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. നമുക്കറിയാം, ഇന്നത്തെ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ്. അവിടെ ഒരു വൈദ്യുതി മന്ത്രിയുണ്ട്. എങ്ങനെയൊക്കെ ജനങ്ങളെ ദ്രോഹിക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ തന്നെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വൈദ്യുതി ബോർഡും അതിന്റെ മന്ത്രിയും ഇതിൽ കൂടുതലും നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് മാത്രമല്ല, ഇതിൽ കൂടുതലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രയാണത്തിലാണ് അവരുള്ളത്. നമുക്കറിയാം, നിങ്ങളോട് ഇപ്പൊ ഈ കാണിച്ചത് നമ്മുടെ ഒരു ഭരണഘടനാ സ്ഥാപനമായ കണ്ണൂർ കോർപ്പറേഷനോട് ഇവർ കാണിക്കുന്ന അനീതി എത്രമാത്രം ഉള്ളതാണെന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. കാരണം നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു ഓരോ പോസ്റ്റിന്റെയും വില. ഇവിടെയുള്ള സ്ട്രീറ്റ് ലൈറ്റ് വലിക്കുന്നതായിട്ടുള്ള പോസ്റ്റുകൾ മുഴുവൻ കണ്ണൂർ കോർപ്പറേഷന്റേതാണ്. നമ്മൾ പദ്ധതി വെച്ച് ആസൂത്രണം നടത്തി ചെയ്യുന്ന പോസ്റ്റുകളാണ് ഇതൊക്കെ തന്നെ. ഇവര് പണം പിരിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് ഒരു ജനങ്ങൾക്കൊരു സേവനം നൽകണം എന്നുള്ള ഒരു താല്പര്യത്തിന്റെ പുറത്തല്ല ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. സിഒഎ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MR രജീഷ് സ്വാഗതം പറഞ്ഞു. INTUC ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം, AITUC ജില്ലാ ട്രഷറർ P നാരായണൻ, STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് A സുധാകരൻ, വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ഏരിയ പ്രസിഡന്റ് KP അബ്ദുറഹ്മാൻ, COA സംസ്ഥാന കമ്മിറ്റി അംഗം V ജയകൃഷ്ണൻ, COA ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സണ്ണി സെബാസ്റ്റ്യൻ, PK ദേവാനന്ദ്, COA ജില്ലാ ജോയിന്റ് സെക്രട്ടറി VV മനോജ് കുമാർ, COA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വിനയകുമാർ എന്നിവർ സംസാരിച്ചു. മുട്ട ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത എന്നതിനൊപ്പം സംരംഭകത്വം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി K ചിഞ്ചു റാണി ലോക മുട്ട ദിനത്തോടനുബന്ധിച്ച് ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ നടന്ന സംരംഭകത്വ സംഗമവും സംരംഭകരെ ആദരിക്കലും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉൽപാദനശേഷി കൂടിയ BV 380 മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഫാമിൽ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് നൽകുന്നുണ്ട്. കൂടാതെ സർക്കാർ ഫാമുകൾ, വിവിധ ഏജൻസികൾ എന്നിവിടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി വിവിധ സ്കീമുകളിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് നൽകുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ മുട്ട ഉൽപാദനത്തിൽ ഗണ്യമായ വർധനവ് ഉണ്ടാക്കിയതായും മന്ത്രി പറഞ്ഞു. ഇപ്പൊ പറയുന്നു അസോള ഉൾപ്പെടെയുള്ള നമുക്ക് വീടുകളിൽ തന്നെ ഇട്ട് അസോള അതിനകത്ത് കൊടുക്കാൻ വേണ്ടി നല്ല മുട്ട കിട്ടുന്ന സംവിധാനത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നമ്മുടെ കേരളത്തിൽ കെക്കോയ്ക്ക് ആവശ്യമുള്ള തീറ്റ അവർ തന്നെ അവിടെ ഫീഡ് മില്ല് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് അത്രയും പ്രശ്നമില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ മുട്ട തരുന്ന കേരളത്തിൽ BV 380 എന്ന് പറഞ്ഞൊരു കോഴിയുണ്ട്. അതിപ്പോ അതിനെ ഉൽപ്പാദിപ്പിക്കാനുള്ള അനുമതി കേരളത്തിൽ കെക്കോയ്ക്കാണ്. എനിക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, തൃശ്ശൂർ ഫാമിൽ നിന്ന് ഒരു മാസം അതിൽ മാത്രം അവരുടെ ലാഭമല്ല വിൽപ്പന നടത്തുന്നത് 20 ലക്ഷം കോഴികളെ, 20 ലക്ഷം തുക അവർക്ക് ഓരോ മാസവും കിട്ടും. അത്രയും കോഴികളെ അവർക്ക് ഓരോ മാസവും അവർക്ക് വിതരണം ചെയ്യാൻ കഴിയും. അപ്പൊ അതിന്റെ ആൺകോഴിയെ നമ്മൾ കൊടുക്കില്ല, പൂവൻകോഴിയെ മാറ്റി ഒന്നി അതിനെ കൊന്നുകളയണമെന്ന ഈ തരുന്ന വെങ്കടേശ് ആർച്ചറി പറയുന്നത്. അവര് കേരളത്തിൽ ഇപ്പോ കെക്കോയ്ക്ക് മാത്രമാണ് അത്തരത്തിലുള്ള പേരന്റ് സ്റ്റോക്ക് കൊടുക്കുന്നത്. അതിനെ വളർത്തിയെടുത്ത് മുട്ടയിട്ട് ആ മുട്ട ഉൽപ്പാദിപ്പിച്ച് അതിന്റെ മുട്ട പിരിച്ചെടുക്കുകയാണ്. അപ്പൊ അതൊക്കെ കേരളത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ കോഴികളെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുവാൻ, അത് കെക്കോ മുഖേനയായാലും മറ്റിതര ഏജൻസികൾ വഴിയായാലും, നമുക്ക് ഗവൺമെന്റ് ഫാമുകളുണ്ട്.
കണ്ണൂർ തന്നെ ഉണ്ട് മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രങ്ങൾ. അങ്ങനെ പലയിടവും നമുക്ക് മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രങ്ങൾ നമുക്കുണ്ട്. തിരുവനന്തപുരത്തുണ്ട്, മറ്റിതര ഭാഗങ്ങളിലുണ്ട്. ചടങ്ങിൽ മുട്ടക്കോഴി വളർത്തൽ മേഖലയിലെ മികച്ച സംരംഭകരെ മന്ത്രി ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി അധ്യക്ഷയായി. പ്രിൻസിപ്പൽ ട്രെയിനിംഗ് ഓഫീസർ ഡോക്ടർ OM അനിത വിഷയം അവതരിപ്പിച്ചു. വിവിധ സെമിനാറുകളും നടന്നു. പരിശീലന കേന്ദ്രത്തിന് ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകിയ സിഡ്കോയ്ക്കുള്ള ചെക്ക് മാർക്കറ്റിംഗ് മാനേജർ K കൃഷ്ണദാസ് ഏറ്റുവാങ്ങി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചത്. കൗൺസിലർ അഡ്വക്കേറ്റ് PK അൻവർ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ S അനിൽകുമാർ, മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ M വിനോദ് കുമാർ, ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ CP ധനഞ്ജയൻ, ഡോക്ടർ KV സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പെൺകുട്ടികൾ ബിരുദ പഠനത്തിൽ വിദ്യാഭ്യാസം മതിയാക്കാതെ ബിരുദാനന്തരം ബിരുദ കോഴ്സിലും ഗവേഷണ മേഖലയിലും മുന്നേറി വിവിധ തലങ്ങളിലുള്ള ജോലി കരസ്ഥമാക്കണമെന്ന് കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ പറഞ്ഞു. പാറാൽ ലജ്നത്തുൽ ഇർഷാദ് സംഘത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം പാറാൽ ദാറുൽ ഇർഷാദ് അറബിക് കോളേജ് ഗ്രൗണ്ടിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പെൺകുട്ടികൾ ബിരുദ പഠനത്തിൽ വിദ്യാഭ്യാസം മതിയാക്കാതെ ബിരുദാനന്തര ബിരുദ കോഴ്സിലും ഗവേഷണ മേഖലയിലും മുന്നേറി വിവിധ തലങ്ങളിലുള്ള ജോലി കരസ്ഥമാക്കണമെന്ന് സ്പീക്കർ പറഞ്ഞു. പല രീതിയിലും വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ മേഖലയെ ആശ്രയിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുന്നിൽ കൂടിയിരിക്കുന്ന പെൺകുട്ടികളാണ് ഭൂരിഭാഗവും. ഒരു കാര്യം ഞാൻ മാത്രമേ പറയൂ, നല്ല രീതിയിൽ പഠിക്കണം. കേവലം ഗ്രാജുവേഷനിൽ മാത്രം അവസാനിപ്പിക്കരുത്. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം, PhD ചെയ്യണം. അതിൽ നിങ്ങളെടുക്കേണ്ട ആദ്യത്തെ പ്രതിജ്ഞ ജോലി കിട്ടി മാത്രമേ കല്യാണം കഴിക്കുന്നുള്ളതാണ്. അപ്പോൾ ചിലർ ചോദിച്ചേക്കാം, ജോലി കിട്ടാൻ വൈകിയാലോ? ജോലി കിട്ടാൻ വൈകിയാൽ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ജോലി കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുക. ജോലി കിട്ടാൻ പരിശ്രമിച്ചാൽ ഒരു സംശയം കൊണ്ട് നിങ്ങൾക്കാർക്കും ജോലി കിട്ടാതിരിക്കില്ല. ഇനി അഥവാ കുടുംബ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി കല്യാണം കഴിക്കേണ്ടി വന്നാൽ അവിടെ വരനോട് കൃത്യമായ ഒരു കണ്ടീഷൻ വെക്കണം. നിക്കാഹ് ചെയ്യുമ്പോൾ തന്നെ ഉപ്പാനോട് പറയണം, ഇതാ എന്നെ കെട്ടാൻ പോകുന്ന പുതിയാപ്പിളിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം മറ്റൊന്നുമല്ല, എന്നെ ജോലി കയറ്റാൻ സാധിക്കുന്ന ആളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുന്നുള്ളൂ. ഈ കല്യാണം കഴിക്കുക, ജോലി ചെയ്യാതെ പെൺകുട്ടികൾക്ക് എന്തിന് ഇപ്പം എനിക്കറിയുന്ന കുറേ ആളുണ്ട്, ഉയർന്ന വിദ്യാഭ്യാസം നേടി എന്താ അവരിപ്പോൾ ചെയ്യുന്നത്? ഉയർന്ന വിദ്യാഭ്യാസം നേടി അവരിപ്പോൾ ചെയ്യുന്ന പണി മറ്റൊന്നുമില്ല. അവർ ചെയ്യുന്ന പണി വീട്ടിൽ മക്കളെ നോക്കലാണ്. മക്കളെ നോക്കാൻ PG ആവശ്യമുണ്ടോ? മക്കളെ നോക്കാൻ ഡിഗ്രി ആവശ്യമുണ്ടോ? പ്രസവിക്കാൻ ഏതെങ്കിലും ഡിഗ്രി ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെടുക്കേണ്ട ശക്തമായ തീരുമാനങ്ങളിലൊന്ന് ഉയർന്ന വിദ്യാഭ്യാസം നേടുക തന്നെയാണ്. ഉയർന്ന വിദ്യാഭ്യാസം നേടുക മാത്രമല്ല, ഉയർന്ന വിദ്യാഭ്യാസം നേടി കൃത്യമായി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാകണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ആ നിലയിലേക്ക് സ്വന്തം കാലിൽ കൂടി നിൽക്കാൻ പ്രാപ്തമാകണം ഇവിടെ കൂടിയിരിക്കുന്ന കുട്ടികൾ എന്നെ സൂചിപ്പിക്കുന്നു. ഈ ഡിപ്പെൻഡൻസ് ഉണ്ട്, ആശ്രിതത്വം. എല്ലാത്തിനും കുടുംബത്തെ ആശ്രയിക്കുക, ഭർത്താവിനെ ആശ്രയിക്കുക, ഉപ്പാനെ ആശ്രയിക്കുക എന്ന രീതിയിൽ നിന്ന് മാറി സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങൾ ഓരോരുത്തരും പ്രാപ്തമാകണം എന്ന് എനിക്ക് സൂചിപ്പിക്കാം. ചടങ്ങിൽ സംഘം പ്രസിഡന്റ് PK ഇബ്രാഹിം ഹാജി അധ്യക്ഷനായി. കോളേജ് മാനേജർ MB അഹമ്മദ് ബഷീർ ഉപഹാര സമർപ്പണം നടത്തി. രക്ഷാകർതൃത്വം, വെല്ലുവിളികൾ, പരിഹാരം എന്ന വിഷയത്തിൽ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ പഠന ക്ലാസ് നടത്തി. പോലെ ജീവിക്കുന്നവരായി നമ്മൾ മാറണം. ഉദാഹരണത്തിന് ഖുർആൻ പറയുന്ന ഹ്യൂമൻ സൈക്കോളജിയുടെ 4-5 തട്ടുകളുണ്ട്. വളരെ ശ്രദ്ധിച്ച് കേൾക്കാൻ, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ചോദ്യത്തിലേക്ക് വരിക. അതിൽ ആദ്യം പറയുന്നത് ഇന്നമൽ ഹയാത്തു ദുനിയ ലഅബുൻ എന്നാണ്. തീർച്ചയായും ദുനിയാവിലെ ജീവിതം ലഅബുൻ, അതൊരു കളിയാണ്. ആദ്യം പറഞ്ഞത് കളിയെ കുറിച്ചിട്ടാണ്. പിന്നെ പറഞ്ഞത് വലഹുൻ, അത് അമ്യൂസ്മെന്റ് ആണ്, എന്താ വിനോദമാണ്. അപ്പൊ രണ്ടാമത് പറഞ്ഞത് വിനോദം. പിന്നെ പറഞ്ഞു എന്ത് വസീന, ഭംഗി, ബ്യൂട്ടി, അതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇന്നമൽ ഹയാത്തു ദുനിയ ലഅബുൻ വലഹുൻ വസീനത്തുൻ, ഇതാ പറഞ്ഞത് 3 പിന്നെ പറഞ്ഞത് വതഫാഖുറും ബൈനകും, പിന്നെയോ വതകാസുറും ബിൽ അംവാലി വൽ ഔലാദ്. ഈ 5 കാര്യം പറഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? നമ്മളിപ്പോ കുട്ടികൾ, ഈ ചെറിയ മക്കൾ ഈ പ്രായത്തിൽ എന്തായാലും കളിക്കും. കളിയാണ് അവർക്ക് രീതി. അത് കഴിഞ്ഞാൽ പിന്നെ വിനോദം. മൊബൈലിൽ കളിക്കൽ കളിയല്ല കേട്ടോ, ഇതിന് ഗെയിം എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അമ്യൂസ്മെന്റ്.
കളിക്കുമ്പോൾ ഒരു ഗുണം വേണം, ശരീരം ഇളകണം, വിയർക്കണം, ഇതൊക്കെയാണ് കളി എന്ന് പറയുന്നത്. പിന്നെ ഇന്റലക്ച്വൽ ഗെയിമാണ് പിന്നെ ഏതുപോലെ ചെസ് പോലുള്ളത്, അതിനെന്ത് വേണം? ഇന്റലക്ച്വലി ഒരു ഗ്രോത്ത് വേണം. ഇത് രണ്ടും ഇല്ലാതെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് തട്ടല് അമ്യൂസ്മെന്റ് ആണ്. അമ്യൂസ്മെന്റ് അഥവാ വിനോദമാണ്. അപ്പൊ ഖുർആൻ പറഞ്ഞത് ആദ്യം കളി, പ്രായം കുറച്ച് കൂടിയാൽ അഥവാ 4-5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അമ്യൂസ്മെന്റ് അഥവാ വിനോദത്തിലേക്ക് കടന്നു. പിന്നെ വസീന, നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ തലശ്ശേരി കുട്ടികളായാലും കാസർഗോഡ് കുട്ടികളായാലും മലപ്പുറത്തെ കുട്ടികളായാലും മുടി ഇങ്ങനാക്കി അങ്ങനാക്കി ഇങ്ങനാക്കി ഉഷാറാക്കി മൊഞ്ചായിട്ട് നടക്കണം. കാരണം 3ാമത്തെ സ്റ്റേജിലേക്ക് കയറി. ലൈബും കഴിഞ്ഞ് ലഹുവും കഴിഞ്ഞിട്ട് ഏതിലേക്കെത്തി? വസീന, ഭംഗിയിലേക്ക് എത്തി. ബ്യൂട്ടിയാണ് പിന്നെ അവരുടെ ഇത്. പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൽ ജലീൽ PK പദ്ധതി വിശദീകരണം നടത്തി. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുനറാൻ ടീച്ചർ, വാർഡ് കൗൺസിലർ MM ഷീബ, കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ പ്രമോദ് വെള്ളച്ചാൽ, ലജ്നത്തുൽ ഇർഷാദ് സംഘം സെക്രട്ടറി CA അബൂബക്കർ, വൈസ് പ്രസിഡന്റുമാരായ MK താഹിർ, KP നജീബ്, CPM ഏരിയ സെക്രട്ടറി CK രമേശൻ, KPCC അംഗം V രാധാകൃഷ്ണൻ, ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ലത്തീഫ്, DIA കോളേജ് അലുമിനി KV റംല ടീച്ചർ, മഹല്ല് സെക്രട്ടറി VT അബ്ദുൽ ഷുക്കൂർ, VT ഇർഷാദ്, PB മുസ്തഫ എന്നിവർ പങ്കെടുത്തു. 1975 പ്രവർത്തനം ആരംഭിച്ച സംഘത്തിന്റെ കീഴിൽ പാറാൽ ദാറുൽ ഇർഷാദ് അറബിക് കോളേജ്, പാറാൽ DI UP സ്കൂൾ, പാറാൽ മാപ്പിള LP സ്കൂൾ, പാറാൽ അൽ ഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ എന്നീ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ധർമ്മടം മീത്തലപ്പീടികയിൽ നിയന്ത്രണം വിട്ടോടിയ മിനി കണ്ടെയ്നർ ലോറി ഇടിച്ച് സ്കൂൾ മതിലും തൊട്ടെതിർവശമുള്ള KCBയുടെ ട്രാൻസ്ഫോമറും തകർന്നു. അപകടത്തിൽ കണ്ടെയ്നർ ഓടിച്ച ഡ്രൈവർ കൊല്ലം കരുനാഗപ്പള്ളിയിലെ സുജിത് സുരേഷിനും സഹായിക്കും പരിക്കേറ്റു. തിങ്കളാഴ്ച പുലർച്ചെ 1:30 അപകടം. ചാറ്റൽ മഴയിൽ നിയന്ത്രണം വിട്ടോടിയ മിനി കണ്ടെയ്നർ ലോറിയിടിച്ച് ദേശീയപാതയോരത്തെ സ്കൂൾ മതിലും തൊട്ട് എതിർവശമുള്ള KCBയുടെ ട്രാൻസ്ഫോമറുമാണ് തകർന്നത്. ഇടിയുടെ ആഘാതത്തിൽ വശം തിരിഞ്ഞ കണ്ടെയ്നർ സമീപത്തെ കെട്ടിടത്തിലിടിച്ചാണ് നിന്നത്. അപകടത്തിൽ കണ്ടെയ്നർ ഓടിച്ച ഡ്രൈവർ കൊല്ലം കരുനാഗപ്പള്ളി സുജിത് സുരേഷിനും സഹായിക്കും പരിക്കേറ്റു. ഇരുവരും തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പുലർച്ചെ 1:30 ധർമ്മടം മീത്തലപ്പീടിക ബേസിക് സ്കൂളിന് സമീപമാണ് അപകടം നടന്നത്. കൊല്ലത്ത് നിന്നും മത്സ്യവുമായി കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടം. റോഡരികിലെ ട്രാൻസ്ഫോമറിൽ വാഹനം ഇടിച്ചതിനെ തുടർന്ന് ഫ്യൂസ് ബന്ധം അറ്റതിനാൽ വൻ ദുരന്തമാണ് വഴിമാറിയത്. ഇവിടെ ദേശീയപാതയോരത്തുള്ള ട്രാൻസ്ഫോമറിന് ആവശ്യമായ സുരക്ഷാ കവച വിദ്യയില്ലാത്തത് അപകടം പതിവാകുന്നതിന് കാരണമാകുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. തീർത്ഥാടന ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കതിരൂർ പഞ്ചായത്തിലെ സൂര്യനാരായണ ക്ഷേത്രത്തെ ലോക ഭൂപടത്തിൽ എത്തിക്കണമെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ. കതിരുളി എന്ന പേരിൽ 5 ദിവസങ്ങളോളം നടന്ന കതിരൂർ വികസന സദസ്സിന്റെ ഭാഗമായുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ചുമർചിത്ര പദ്ധതി കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിന് സ്വന്തമാണ്. 40 പാനലുകളിലായി 20,400 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന ചുമർചിത്രം ലോക ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. കളരി അക്കാദമി യാഥാർത്ഥ്യമാകുമ്പോൾ കതിരൂരിലെ ആയുർവേദ ചികിത്സാ സെന്ററും അനുബന്ധ മേഖലകളും വളരും. പൊന്നിത്തങ്കമാണ് കതിരൂർ പഞ്ചായത്തിനെ ദേശീയ ശ്രദ്ധയാകർഷിക്കാൻ സാധിക്കുന്ന മറ്റൊരു പദ്ധതിയെന്നും അദ്ദേഹം പറഞ്ഞു. കതിരൂർ കേരളത്തിലെ ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ്. മികച്ച നിലയിൽ തന്നെ. മികച്ച നിലയിൽ എന്ന് പറയുമ്പം ഭാവനാപൂർവമായ നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പഞ്ചായത്താണിത്. അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച് ദേശീയ തലത്തിൽ തന്നെ നിരവധി സെമിനാറുകളിലേക്ക് സംസാരിക്കാൻ ഇവിടെ ക്ഷണിക്കപ്പെട്ട ഒരു പ്രതിനിധി കൂടിയാണ് നിങ്ങളുടെ പ്രസിഡന്റ്. സാധാരണ ദേശീയ തലത്തിൽ സെമിനാറിൽ പങ്കെടുക്കാൻ അപൂർവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മാത്രമേ ക്ഷണിക്കൂ. കശ്മീർ മുതൽ ഇന്ന് കേരളം വരെ പരന്നു കിടക്കുന്ന ഇന്ത്യയിൽ പല ഭാഗത്തുള്ള ഗ്രാമീണ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സെമിനാറുകൾക്കകത്ത്, കോൺക്ലേവുകൾക്കകത്ത് ക്ഷണം ലഭിച്ച് പങ്കെടുത്തത് ഇവിടുത്തെ പ്രസിഡന്റാണ്. അത് സനൽ എന്ന വ്യക്തിയല്ല, മറിച്ച് കതിരൂരിൻ്റെ പ്രസിഡന്റാണ്. ഇപ്പോൾ കതിരൂരിൻ്റെ പ്രസിഡന്റും കതിരൂർ പഞ്ചായത്തും കേരളത്തിലെ ജനങ്ങൾക്ക് പരിചിതമായ ഒരു പഞ്ചായത്താണ്. നിരവധി വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം ശ്രദ്ധേയമായ പല കാര്യങ്ങൾക്കും നിങ്ങൾ നേതൃത്വം കൊടുത്തു. കതിരൂരിലെ പൊന്ന്യത്തെ കളരി അക്കാദമിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ നിങ്ങൾ ഫണ്ട് കൊടുത്തു. അത് മാതൃകാപരമാണ്. ഈ വികസനത്തെയാണ് ഞങ്ങൾ വിളിക്കുന്നത് വികസനം കോടിയേരി മോഡൽ വികസനം. വികസനത്തിൻ്റെ കോടിയേരി മോഡൽ.
കോടിയേരി ബാലകൃഷ്ണൻ്റെ മോഡലാണ്, കോടിയേരി പഞ്ചായത്തിൻ്റെ വില്ലേജിൻ്റെ മോഡലല്ല കേട്ടോ, വികസനത്തിൻ്റെ കോടിയേരി മോഡൽ. അത് നമുക്കിനിയും മുന്നോട്ട് കൊണ്ടുപോകണം. അതിൻ്റെ ഭാഗമായി കളരി അക്കാദമിക്ക് നിങ്ങൾ പണം നൽകി ഭൂമി ഏറ്റെടുത്തു, അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, പിന്നീട് ഭാഗത്തേക്ക് വരാം. ഇതുപോലെ ഓരോ കാര്യത്തിലും എല്ലാം സർക്കാർ ചെയ്യണം എന്ന ചിന്ത മാറി സർക്കാരും ജനങ്ങളും പഞ്ചായത്തും എല്ലാം ചേർന്നാണ് വികസനം. ഇപ്പോൾ സർക്കാരിൻ്റെ വികസനത്തിൽ ജനങ്ങൾ കൂടി ഭാഗമാക്കാവണം. ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് സഹകരിക്കാൻ സാധിക്കും, ആ നിലയിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ സഹകരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത് ചർച്ചയൊക്കെ ഇവിടെ നടക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ആ നിലയിൽ ഗൗരവമായ ചർച്ച ഇവിടെ ഞാൻ പറഞ്ഞ ഈ ആമുഖവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് സഹായം നൽകാൻ സാധിക്കും, ആ നിലയിൽ സഹായിക്കാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡിൽ ഉൾപ്പെടുത്തി കതിരൂർ ഗ്രാമപഞ്ചായത്തിനായി അനുവദിച്ച 8 റോഡുകളുടെ പ്രവൃത്തി, ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയ വിവിധ റോഡുകളുടെയും ഉദ്ഘാടനം എന്നിവയും സ്പീക്കർ നിർവഹിച്ചു. GIS മാപ്പിംഗ് പ്രവൃത്തി പൂർത്തിയാക്കിയ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ജീവനക്കാർക്കുള്ള ഉപഹാരം സ്പീക്കർ കൈമാറി. ഗ്രാമപഞ്ചായത്തിന്റെ ഡോക്യുമെന്റേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജിത്തു കോളയാട്, ഷാനി സത്യൻ എന്നിവർക്കും പഞ്ചായത്തിന്റെ വികസന സദസ്സ് വിജയിപ്പിക്കാൻ നേതൃത്വം നൽകിയ കുടുംബശ്രീ CDS ജനകീയ ഹോട്ടൽ ജീവനക്കാർക്കും വികസന സദസ്സിന്റെ ഭാഗമായുള്ള ഡിജിറ്റൽ രജിസ്ട്രേഷന് നേതൃത്വം നൽകിയ KP സജീന്ദ്രൻ, KP തസ്നി, KP വർണ, വൈഷ്ണവ്, ആതിര ഗോപൻ എന്നിവർക്കും സ്പീക്കർ ഉപഹാരം കൈമാറി. കതിരൊളി എന്ന പേരിൽ 5 ദിവസങ്ങളിലായാണ് സദസ്സ് നടന്നത്. വികസന നേട്ടങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി AN മഞ്ജുഷ അവതരിപ്പിച്ചു. വികസന സദസ്സ് സംബന്ധിച്ച സംസ്ഥാനതല റിപ്പോർട്ട് കില ജില്ലാ റിസോഴ്സ് പേഴ്സൺ KP സജീന്ദ്രൻ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനില P രാജ്, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TT റംല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KP റംസീന, PK സാവിത്രി, അസിസ്റ്റന്റ് സെക്രട്ടറി M സുഗതൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ KV പവിത്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോതമംഗലത്ത് KSRTC ടെർമിനൽ ഉദ്ഘാടന പരിപാടിക്കിടെ ഹോൺ മുഴക്കി അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി മന്ത്രി KB ഗണേഷ് കുമാർ. ബസ് ഹോൺ അടിച്ചു വന്നതല്ല വിഷയമെന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ തലയിൽ എന്തെങ്കിലും വെച്ചുകെട്ടി വിവാദമുണ്ടാക്കാൻ ശ്രമിക്കേണ്ടെന്നും KB ഗണേഷ് കുമാർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. മന്ത്രിയുടെ തലയിൽ എന്തെങ്കിലും വെച്ചുകെട്ടി വിവാദമുണ്ടാക്കാൻ ശ്രമിക്കേണ്ട. ബസ് സ്റ്റാൻഡിന് അകത്തേക്ക് ബസ് പാഞ്ഞു കയറുന്നത് MLA നേരിട്ട് കണ്ടതാണ്. എന്നിട്ട് അതുവഴി പോയെന്നാണ് കരുതിയത്. പിന്നെ പുറത്തേക്ക് പാഞ്ഞു വരുന്നത് കണ്ടപ്പോഴാണ് നടപടി സ്വീകരിച്ചത്. ഇനി ഡ്രൈവർ മഹാൻ ആണെങ്കിൽ ക്ഷമ ചോദിച്ചേക്കാമെന്നും മന്ത്രി പറഞ്ഞു. കാലങ്ങളിൽ വന്നു പോകാം എന്ന് പെർമിറ്റ് എടുത്തുള്ള എല്ലാ വണ്ടികളും നാളെ മുതൽ കൃത്യമായി പെർമിറ്റ് മുഴുവൻ ഓടിയിരിക്കണം എന്ന് പറയുകയാണ്. ഓടാത്ത പക്ഷം ഇതിനെ വളച്ചൊടിക്കരുത്. ഓടാത്ത പക്ഷം അതിനെ പിടിച്ചെടുക്കുകയും അതിന്റെ പെർമിറ്റുകൾ റദ്ദാക്കാൻ RTA ബോർഡിലേക്ക് കൊണ്ടുപോകാൻ നിയമപരമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വിവാദം ഉണ്ടാക്കി കളയും. പറഞ്ഞിട്ട് പോകുമ്പോൾ വേറെ ഓവർ സ്പീഡിൽ പോകുന്നവൻ വണ്ടി പിടിച്ചാൽ ഉടനെ ഹോൺ അടിച്ചുകൊണ്ടാന്ന് പറയുന്ന ഒരു കാഴ്ച. പാവപ്പെട്ടവന്റെ ഹോൺ സ്റ്റക്കായി എന്നാ പറയുന്നത്. സ്റ്റക്കായതല്ലേ, അങ്ങോട്ട് പോയപ്പോഴും സ്റ്റക്കായി, തിരിച്ചു വന്നപ്പോഴും സ്റ്റക്കാവുന്ന. അങ്ങോട്ട് കൊണ്ടുപോയി നിർത്തുമ്പോൾ അതങ്ങ് സ്റ്റക്കായതങ്ങ് മാറ്റണ്ടേ. തിരിച്ചു പോകുമ്പോഴും സ്റ്റക്കാവുന്ന അസുഖം ഇത് പ്രചരിപ്പിക്കുമ്പോൾ ഒരു കാര്യം, കണ്ണിന് കാണുന്ന കാര്യം കണ്ണിനെ, നമ്മുടെ കണ്ണിനെ തന്നെ പൊട്ടനാക്കിക്കൊണ്ട് നമ്മുടെ കണ്ണ് തന്നെ പൊട്ടിക്കിടക്കണം എന്ന് പോയി പീസ് അടിച്ചു പോയി കണ്ണിന്റെ എന്ന് അഭിനയിക്കരുത്. എന്റെ കണ്ണിൽ കണ്ട കാര്യം ഞാൻ കണ്ടെന്ന് തന്നെ പറയും. മാധ്യമങ്ങൾ എന്ത് എഴുതിയാലും തന്റെ ഉത്തരവാദിത്തം നിർവഹിക്കും. വളരെ പതുക്കെ അകത്തു വന്ന് ആളുകളെ കയറ്റി പോകേണ്ട സ്ഥലത്ത് ഇത്തരം സർക്കസ് കാണിച്ചിട്ട് അതിന് സൈഡ് പറയുകയാണ് കുറെ പേർ. മൈക്കിൽ കൂടിയാണ് പറഞ്ഞത്. ഹോൺ അടിച്ചതിന് വണ്ടി പിടിക്കാൻ പറഞ്ഞില്ല. വല്ലാത്ത സ്പീഡിൽ ബസ് ഓടിച്ചതിനെന്നാണ് പറഞ്ഞത്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ അനുവദിക്കില്ല. അനാവശ്യമായി ഹോൺ അടിക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട്. അകത്തേക്ക് വന്നപ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും ഹോൺ സ്റ്റക്ക് ആയിരുന്നു എന്നും മന്ത്രി ചോദിച്ചു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ സംസാരിച്ചുകൊണ്ടിരിക്കെ അമിത വേഗത്തിലെത്തി ഹോൺ മുഴക്കിയ സ്വകാര്യ ബസ് ഐഷാസിന്റെ പെർമിറ്റ് റദ്ദാക്കിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം വിശദീകരണവുമായി ഡ്രൈവർ അജയൻ രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ന് മന്ത്രിയുടെ മറുപടി. നാടിന്റെ വികസനം യാഥാർത്ഥ്യമാകുന്നത് സർക്കാരും ജനങ്ങളും ചേർന്ന് നിൽക്കുമ്പോഴാണെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ കൂത്തുപറമ്പ് നഗരസഭയുടെ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരസഭയുടെ വികസന രേഖ നഗരസഭാ മുൻ ചെയർമാൻ K ധനജ്ഞന് നൽകി സ്പീക്കർ പ്രകാശനം ചെയ്തു. കൂത്തുപറമ്പ് നഗരസഭ വികസന സദസ്സ് കൂത്തുപറമ്പ് ടൗൺ ഹാളിൽ നടന്നു. സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. വികസനം യാഥാർത്ഥ്യമാകുന്നത് സർക്കാരും ജനങ്ങളും ചേർന്ന് നിൽക്കുമ്പോഴാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സ്പീക്കർ പറഞ്ഞു. കൂത്തുപറമ്പ് നഗരസഭയുടെ വികസന രേഖ
നഗരസഭ മുൻ ചെയർമാൻ കെ ധനഞ്ജയന് നൽകി സ്പീക്കർ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. നിങ്ങൾ കാണണം, വികസന പ്രവർത്തനം എന്നത് കേവലമായ സർക്കാർ മാത്രം നടത്തേണ്ട കാര്യമല്ല. വികസന പ്രവർത്തനം എന്നത് സർക്കാരും ജനങ്ങളും ചേർന്നതാണ്. സർക്കാരും ജനങ്ങളും ചേർന്നെന്ന് പറയുമ്പോൾ വികസനത്തിന് ഞങ്ങൾ പറയും വികസനത്തിൻ്റെ കോടിയേരി മോഡൽ. എന്താ അത്? വികസനത്തിൻ്റെ കോടിയേരി മോഡൽ അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്ന കാര്യം, ഇപ്പോൾ തലശ്ശേരി അസംബ്ലി മണ്ഡലം നിങ്ങൾക്കറിയാം. തലശ്ശേരി എന്ന് കേൾക്കുമ്പം തലശ്ശേരി ബ്രണ്ണൻ കോളേജ് തലശ്ശേരിയിലല്ല, മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ്. 2011 UDF സർക്കാർ അധികാരത്തിൽ വന്നു. UDF പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം ഇല്ലാത്തടത്ത് ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിക്കാം, പക്ഷേ ഭൂമി വേണം. ഭൂമി ഞങ്ങൾക്കുണ്ടോ തലശ്ശേരിയിൽ? കടലാണ്, പുഴയാണ്, കണ്ടലാണ്, റെയിലാണ്. നടുക്കെവിടെ? അവസാനം വില കൊടുത്ത് ഞങ്ങൾ ഭൂമി വാങ്ങി. വില കൊടുത്തത് ജനങ്ങൾ കാശ് തന്നിട്ടാ. ജനങ്ങളിൽ നിന്ന് ബക്കറ്റിൽ പണം പിരിച്ചു. ചുക്ലി ഗവൺമെൻറ് കോളേജ് ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ കോളേജ് ആക്കിയത് ഈ ജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വരൂപിച്ചാണ്. മറ്റൊന്ന്, ഇപ്പം ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്ന അമ്മയും കുഞ്ഞും ആശുപത്രി 2.5 ഏക്കർ ഭൂമി ഒരു ദിവസം ബക്കറ്റിലൂടെ പിരിച്ചെടുത്തതാണ്. ഞാനിത് പറയുന്നത് എന്താ? വികസനത്തിൻ്റെ കാര്യത്തിൽ ജനങ്ങൾ കൂടി ഭാഗവാക്കാവണം. ജനങ്ങൾ സഹകരിക്കണം. സർക്കാരും ജനങ്ങളും എന്ന് പറയുമ്പം ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. മുനിസിപ്പാലിറ്റി പ്രൊജക്റ്റുകൾക്കകത്ത് ജനം നൽകണം പണം. നിങ്ങളെ കൊണ്ട് പറ്റാവുന്നത്, അല്ലെങ്കിൽ സ്പോൺസർമാരെ കണ്ടെത്തി ആ രീതിയിലേക്ക് സഹായിക്കാൻ മുന്നോട്ട് വരണം. ഇവിടെ എന്തൊക്കെയാണ് 1, 2, 3 പ്രയോറിറ്റി എനിക്കറിയില്ല, ഏതൊക്കെ മേഖലയാണ്. ആ പ്രയോറിറ്റി നിങ്ങൾ നിശ്ചയിച്ച് ആ പ്രയോറിറ്റിയിൽ എങ്ങനെ ജനങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ആ രീതിയിൽ ജനങ്ങൾ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വികസനത്തിൽ മുന്നോട്ട് വരണമെന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ ചിലർ പറയും ഞങ്ങൾക്ക് ഹൈമാസ്റ്റ് ലൈറ്റ് ഇല്ല. ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് സഹകരിക്കാം. എൻ്റെ ഒരു ക്ലബ്ബ് ഉണ്ടെങ്കിൽ ആ ക്ലബിന് വെച്ചൂടെ? അല്ലെങ്കിൽ ആ പ്രദേശത്തെ കുറച്ച് ജനങ്ങൾ ചേർന്ന് ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് വെച്ചൂടെ? അപ്പോൾ ആ രീതിയിലെല്ലാം വികസനത്തിൽ ജനങ്ങൾ ഭാഗവാക്കാവണം. മറ്റൊന്ന് മാലിന്യ സംസ്കരണമാണ്. മാലിന്യ സംസ്കരണം കേരളം നേരിടുന്ന വെല്ലുവിളിയാണ്. കൂത്തുപറമ്പ് നഗരസഭ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ മാലിന്യം ഡംപ് ചെയ്യുന്ന കേന്ദ്രവും ഞാൻ കണ്ടിട്ടില്ല. പൊതുവിൽ നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ അത് അങ്ങനെ തന്നെ നിലനിർത്തണം. മാലിന്യ സംസ്കരണത്തിൽ കേരള സംസ്ഥാന സർക്കാർ ആർജിച്ച നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങൾ ശക്തമായി മുറുകെ പിടിച്ച് മുന്നോട്ട് നമുക്ക് പറ്റണം. KP മോഹനൻ MLA ചടങ്ങിൽ അധ്യക്ഷത. ആശുപത്രി വരുന്നത് ഇതിൻ്റെ തൊട്ടടുത്താണ്. കേരളത്തിൽ ഇതുപോലുള്ളൊരു താലൂക്ക് ആശുപത്രി ഇല്ല എന്ന് തന്നെ പറയാം. അത് ഏകദേശം ഈ മാസം തന്നെ ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആയുർവേദ ആശുപത്രിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ ടൗൺ ഹാളും ഒക്കെ തന്നെ ചില സാങ്കേതിക കാരണങ്ങൾ കുറേ നീണ്ടുപോയി എന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിനു മുമ്പേ നന്നായിട്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തനം തുടങ്ങാൻ സാധിക്കുമായിരുന്നു. കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് മുനിസിപ്പാലിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, മറ്റ് നഗരസഭകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ടീം ഇവിടെയുണ്ട്. അതിൽ രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും സഹകരിച്ചുകൊണ്ട്, ജനങ്ങളുടെ സഹകരണം ഒന്ന് വേറെയുണ്ട്, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുടെ സഹകരണം, അതോടൊപ്പം തന്നെ ബിസിനസ് കച്ചവടക്കാരുടെ സഹകരണം, പത്രമാധ്യമ സുഹൃത്തുക്കളുടെ സഹകരണം, ഇതൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയിൽ ഇനിയും കുറേ കൂടുതലായിട്ട് നമുക്ക് ഈ 5 വർഷക്കാലത്തെ നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ വരാൻ പോകുന്ന 5 വർഷം എന്താണ് എന്നതിനെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വികസന സദസ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് വികസന സദസ്സ് സംബന്ധിച്ച സംസ്ഥാനതല റിപ്പോർട്ട് കില റിസോഴ്സ് പേഴ്സൺ M. പ്രജിത്ത് അവതരിപ്പിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ കോർത്തിണക്കിയ വീഡിയോ ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ നേട്ടങ്ങൾ മുനിസിപ്പൽ സെക്രട്ടറി PN അനീഷ് അവതരിപ്പിച്ചു. ക്ലീൻ സിറ്റി മാനേജർ KC ലതീഷ് ഓപ്പൺ ഫോറം വിഷൻ 2030 അവതരിപ്പിച്ചു. കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ B. സുജാത ടീച്ചർ, വൈസ് ചെയർമാൻ V. രാമകൃഷ്ണ മാസ്റ്റർ,
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലിജി സജേഷ്, KV രജീഷ്, K അജിത, KK ഷമീർ, MV ശ്രീജ, വാർഡ് കൗൺസിലർ R ഹേമലത, K ധനഞ്ജയൻ, ബാബുരാജ്, മുഹമ്മദ് റാഫി, N ധനഞ്ജയൻ, KP മുസ്തഫാജി, ശ്രീനിവാസൻ മാറോളി, NP പ്രകാശൻ, CP റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. സമഗ്ര ചർച്ചയുമായി ഓപ്പൺ ഫോറവും ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടന്നു. ജനങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സമഗ്ര ചർച്ചകൾക്കാണ് വഴിതെളിച്ചത്. നഗരവികസനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രശ്നങ്ങളും സാധ്യതകളും ചർച്ചയിൽ പ്രധാന വിഷയങ്ങളായി. വെൽനസ് സെന്ററിൽ പരിശോധനാ സംവിധാനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുക, സ്ഥിരം ഡോക്ടർമാരെ നിയമിക്കുക, നഗരസഭയിലെ ദ്രവമാലിന്യ സംസ്കരണം നല്ല രീതിയിൽ നടപ്പിലാക്കുക, പൊതു ശൗചാലയങ്ങൾ നിർമ്മിക്കുക, തെരുവിളക്കുകളുടെ ശരിയായ പ്രവർത്തനം ഉറപ്പാക്കുക, റോഡിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ കർശന നടപടി സ്വീകരിക്കുക, കാർഷിക മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുക, നഗരസഭയിൽ തകരാറിലായ CCTV ക്യാമറകൾ അടിയന്തരമായി പ്രവർത്തനസജ്ജമാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഓപ്പൺ ഫോറത്തിന്റെ ഭാഗമായി. വികസന സദസ്സിന്റെ ഭാഗമായി K-സ്മാർട്ട് ക്ലിനിക് ഡിജിറ്റൽ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് മികച്ച അവസരമാണ് ഒരുക്കിയത്. നഗരസഭ നടപ്പാക്കിയ വിവിധ വികസന പദ്ധതികൾ, സേവന പ്രവർത്തനങ്ങൾ, പുരസ്കാര നേട്ടങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയൊരുക്കിയ ഫോട്ടോ പ്രദർശനവും പുരസ്കാര പ്രദർശനവും വികസന സദസ്സിന്റെ പ്രത്യേകതകളായി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. പ്രദേശത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വളർച്ചയുടെ ചിത്രങ്ങൾ, ചരിത്ര സംഭവങ്ങൾ, നാട്ടിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങൾ തുടങ്ങിയവയെ ജനങ്ങൾക്ക് അടുത്തറിയാൻ പ്രദർശനം വഴിയൊരുക്കി. പാനൂർ നഗരസഭയുടെ ഭരണ കെടുകാര്യസ്ഥതയ്ക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി LDF പാനൂർ നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളായി കുറ്റവിചാരണ കാൽനട ജാഥ നടത്തി. നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ പങ്കാളികളായി. പാനൂർ നഗരസഭയുടെ ഭരണ കെടുകാര്യസ്ഥതയ്ക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് LDF നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി കുറ്റവിചാരണ കാൽനട ജാഥ സംഘടിപ്പിച്ചത്. 2ാം ദിവസത്തെ ജാഥ RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി PK പ്രവീണാണ് നയിച്ചത്. CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗം KK സുധീർകുമാർ വൈസ് ക്യാപ്റ്റനായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി അംഗം P ഹരീന്ദ്രൻ 2ാം ദിവസത്തെ ജാഥ നോർത്ത് പാനൂരിൽ ഉദ്ഘാടനം ചെയ്തു. പാനൂർ നഗരസഭയുടെ ദുർഭരണത്തെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണങ്ങളൊന്നും ആവശ്യമുണ്ടാവുകയില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ നാട്ടിലെ ജനങ്ങൾ വളരെയേറെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലുമെല്ലാം എടുത്തു പറയത്തക്ക ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന വേളയിൽ പാനൂർ നഗരസഭ UDFന്റെ ഭരണ നിയന്ത്രണത്തിലായിപ്പോയി എന്ന ഏക കാരണം കൊണ്ട് അർഹതപ്പെട്ട വികസനം നിഷേധിക്കപ്പെട്ട ഒരു ജനതയായി ഈ നാട്ടിലെ ജനങ്ങൾ കഴിയേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള തലശ്ശേരി നഗരസഭയിലും കൂത്തുപറമ്പ് നഗരസഭയിലും പോയാൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ എന്തെന്ത് വലിയ മാറ്റങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് നിരന്തരമായി ഈ മേഖലയിൽ സഞ്ചരിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. KT സമീർ അധ്യക്ഷനായി. P കുമാരൻ സ്വാഗതം പറഞ്ഞു. പാലക്കൂൽ, പാലത്തായി, കൊച്ചിയങ്ങാടി, കല്ലറ, പാഞ്ഞിലാണ്ടിപ്പിടുക എന്നീ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. താഴെപ്പൂക്കോത്ത് ജാഥ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ PK പ്രവീൺ, വൈസ് ക്യാപ്റ്റൻ KK സുധീർകുമാർ, CPM പാനൂർ ഏരിയ സെക്രട്ടറി K കുഞ്ഞുബ്ദുള്ള, N അനൂപ്, ജയചന്ദ്ര കരിയാട്, T റഷീദ്, VP യദുകൃഷ്ണ, KT ഷമീർ, KK ബാലൻ, P ദിനേശൻ, NK രവി, സന്തോഷ് V കരിയാട്, രാമചന്ദ്രൻ ജോസ്ന തുടങ്ങിയവർ സംസാരിച്ചു. സമാപന പൊതുയോഗം CPM കണ്ണൂർ ജില്ലാ കൗൺസിൽ അംഗം MS നിഷാന്ത് ഉദ്ഘാടനം ചെയ്തു. S കുഞ്ഞിരാമൻ അധ്യക്ഷനായി. E മഹമ്മൂദ്, P പ്രഭാകരൻ, KP ശിവപ്രസാദ്, CH സ്വാമിദാസൻ, KP രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും
നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. പള്ളൂർ ശ്രീ വിനായക കലാക്ഷേത്രം പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളർ, ശാസ്ത്രീയ സംഗീതം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധരായ അധ്യാപകരുടെ സേവനം. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഒക്ടോബർ 2 രാവിലെ 10 മണിക്ക് പള്ളൂർ ഗണപതി വിലാസം സ്കൂളിൽ വെച്ച് ആരംഭിക്കുന്നു. ബന്ധപ്പെടുക 953981 986 9447642330. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. മലയാള കലാഗ്രാമത്തിലെ നിലവിലുള്ള കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, സംഗീതം, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. വിദഗ്ധ അധ്യാപകർ, വിസിറ്റിംഗ് ഫാക്കൽറ്റി സേവനങ്ങൾ. ബന്ധപ്പെടേണ്ട നമ്പർ 049023329161, 7907361149, 9447646 Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു.
ഡിവൈഎഫ്ഐ ചൊക്ലി സൗത്ത് മേഖലാ സമ്മേളനം ചൊക്ലി മേക്കര വീട്ടിൽ താഴെ നടന്നു. ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അൻവീർ AP ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി AP അൻവീർ ഉദ്ഘാടനം ചെയ്തു. നടന്നിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളുടെയും എടുത്തു നോക്കിയാൽ അതിന് തുടക്കം കുറിച്ചിട്ടുള്ള ആളുകളെല്ലാം, അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളെല്ലാം തന്നെ യുവത്വമായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെയും ഉജ്ജ്വലമായ ഏടുകളെല്ലാം എടുത്താൽ അത് ഭഗത് സിംഗിന്റെ ആയാലും, കർത്തൻ സിംഗിന്റെ ആയാലും, ഉദ്ധം സിംഗിന്റെ ആയാലും എല്ലാ ആളുകളുടെയും രക്തസാക്ഷിത്വങ്ങളെല്ലാം എടുത്തു പരിശോധിച്ചാൽ അവരെല്ലാം തന്നെ ത്യാഗോജ്ജലമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഈ യുവത്വകാലത്തായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ ലോകത്തെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് ഇന്ത്യൻ യുവജനത, ലോക യുവജനത. ആ യുവജനത ഇന്ന് ഈ നാടിന്റെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്തുണ്ട്. ആ കരുത്ത് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട്, ചരിത്രത്തിൽ നിന്ന് അറിവുൾക്കൊണ്ട് നമുക്ക് കൂടുതൽ കരുത്തോടെ ഈ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന വർഗീയതയ്ക്കെതിരായി, ഈ നാട് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹിക തിന്മകൾക്കെതിരായി ഒരുമിച്ച് മുന്നേറാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതായിരിക്കണം നമ്മളെ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നാം പ്രതിജ്ഞയെടുക്കേണ്ടത്. ഡിവൈഎഫ്ഐ ചൊക്ലി സൗത്ത് മേഖലാ സമ്മേളനം മേഖലാ പ്രസിഡന്റ് അഭിജിത്ത് പതാക ഉയർത്തി. അഭിജിത്ത്, അശ്വന്ത്, സഹദിയ എന്നിവർ പ്രസീഡിയം നിയന്ത്രിച്ചു. മേഘ്ന രക്തസാക്ഷി പ്രമേയവും നീരജ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി നിവേഗ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. 18 യൂണിറ്റുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത 100ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. നിവേഗ് പൗത്രനെ സെക്രട്ടറിയായും, മേഘ്നയെ പ്രസിഡന്റായും, നിഖിലിനെ ട്രഷററായും, അഭിജിത്ത്, മിഫ്താഹ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, അശ്വന്ത്, നീരജ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, സച്ചിനെ എക്സിക്യൂട്ടീവ് അംഗമായും സമ്മേളനം തെരഞ്ഞെടുത്തു. പൊതുസമ്മേളനം SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു. വി ഉദയൻ മാസ്റ്റർ, N അനൂപ് എന്നിവർ സംസാരിച്ചു. ഗോഡ്സെയുടെ ചിതാഭസ്മം ഇപ്പോഴും സൂക്ഷിക്കുന്നു RSS. ഇന്ത്യ എന്ന് ഹിന്ദുത്വ രാഷ്ട്രമാകുന്നോ, മതരാഷ്ട്രമാകുന്നോ അന്ന് ഗംഗയിൽ ഒഴുകാൻ ഏറ്റവും അവസാനം 99 വർഷം തികച്ചുകൊണ്ട് കഴിഞ്ഞ വിജയദശമി നാളിൽ RSS പ്രഖ്യാപിച്ചില്ലേ, ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി ഞങ്ങൾ മാറ്റുമെന്ന്. ആരെ ഭയപ്പെടുത്താനാണ്? ആരെ കീഴ്പ്പെടുത്താനാണ്? ഈ ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ സംഘപരിവാറിന്, നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയ സംഘപരിവാറിന് നമ്മൾ ഈ നാട്ടിൽ ഇടം കൊടുത്താൽ അവർ ആരെ കൊലപ്പെടുത്തുമെന്നാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്? മൊകേരി അണ്ണേരി പുരുഷോത്തമൻ സ്മാരക മന്ദിരം ആൻഡ് പാട്ടിം ഗോപാലൻ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെയും കലാകായിക സാംസ്കാരിക വേദിയുടെയും കെട്ടിട ഉദ്ഘാടനം നടന്നു. KK ശൈലജ ടീച്ചർ MLA ഉദ്ഘാടനം ചെയ്തു. മൊകേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM നേതാവുമായിരുന്ന മൊകേരി പാറേമലിലെ അണ്ണേരി പുരുഷോത്തമന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച അണ്ണേരി പുരുഷോത്തമൻ സ്മാരക മന്ദിരം, പാട്ടിം ഗോപാലൻ വായനശാല ഗ്രന്ഥാലയം, കനൽ കലാകായിക സാംസ്കാരിക വേദിയുടെ കെട്ടിട ഉദ്ഘാടനം എന്നിവ നടന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എല്ലാ മനുഷ്യർക്കും സുഭിക്ഷമായി ഭൂമിയിൽ ജീവിക്കാൻ കഴിയുകയും ചെയ്യുന്ന അവസരമൊരുക്കുകയാണ് ഇടതുപക്ഷ ആശയഗതികളുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് കാൾ മാർക്സും എംഗൽസും 1848 പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ ഭൂമിയിലാകെ മനുഷ്യർക്ക് പ്രശ്നമുണ്ടാക്കുന്നത് മനുഷ്യൻ തന്നെയാണ് എന്നാണ്. ഭൂമിയിലെ കഷ്ടതകളും പ്രയാസങ്ങളും ദൈവഹിതമാണ്, ദൈവത്തിന്റെ ശിക്ഷയാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാനാണ് പണവും അധികാരവും കൈവശപ്പെടുത്തിയിട്ടുള്ള അധീശവർഗം അതുവരെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു ദൈവവും മനുഷ്യർക്ക് കഷ്ടത വിധിക്കില്ലെന്നും മനുഷ്യരെ സംരക്ഷിക്കാനും അവരുടെ കഷ്ടത അകറ്റാനുമാണ് ദൈവങ്ങൾ നിലകൊള്ളുകയെന്നും വിശ്വാസികളോട് പറഞ്ഞ് അവരുടെ തെറ്റിദ്ധാരണ അകറ്റണമെന്നും മനുഷ്യരെ ദ്രോഹിക്കുന്നവർക്കെതിരായി സംഘം ചേർന്ന് നമ്മുടെ ജീവിതകാലത്ത് തന്നെ പ്രതികരിക്കണമെന്നും പറഞ്ഞവരാണ് മാർക്സും എംഗൽസും. മരിച്ചു എന്നിട്ട് കിട്ടുന്ന സ്വർഗത്തെക്കുറിച്ചല്ല, ജീവിച്ചിരിക്കുമ്പം ഭൂമിയിൽ പട്ടിണിയില്ലാത്ത, മറ്റു കഷ്ടപ്പാടുകളില്ലാത്ത,
സ്വർഗതുല്യമായ ജീവിതം ഉണ്ടാക്കിയെടുക്കുകയാണ് മനുഷ്യരുടെ ലക്ഷ്യമെന്നാണ് ഇടതു ചിന്തകർ പറഞ്ഞിട്ടുള്ളത്. പാട്യംഗോപാലൻ വായനശാല ഗ്രന്ഥാലയം ഉദ്ഘാടനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹരീന്ദ്രൻ നിർവഹിച്ചു. കനൽ കലാകായിക സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം CPM പാഞ്ഞൂർ ഏരിയ സെക്രട്ടറി K. കുഞ്ഞബ്ദുള്ള നിർവഹിച്ചു. അണ്ണേരി പുരുഷോത്തമന്റെ ഫോട്ടോ അനാച്ഛാദനം CPM ലോക്കൽ സെക്രട്ടറി TP രാജനും പാട്യംഗോപാലന്റെ ഫോട്ടോ അനാച്ഛാദനം തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പവിത്രൻ മൊകേരിയും നിർവഹിച്ചു. CPM പാഞ്ഞൂർ ഏരിയ കമ്മിറ്റി അംഗം A. പ്രദീപൻ അധ്യക്ഷനായി. KK ഷൈൻ ടീച്ചർ എറണാകുളം മുഖ്യ പ്രഭാഷണം നടത്തി. ചെയ്തു കൊടുക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ, മനോരമ അടക്കമുള്ള മാധ്യമങ്ങളുണ്ട്, മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങളുണ്ട്. മാതൃഭൂമിയൊക്കെ വായിച്ചാൽ ഇപ്പൊ ഈ അയ്യപ്പ വിഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പ്രശ്നങ്ങളിലൊക്കെ മാതൃഭൂമി വായിച്ചാൽ മനസ്സിലാവും ആരെ രക്ഷിക്കാനാണ് ഇവർ അച്ചുനിരക്കുന്നത് എന്നും. അവർ പറഞ്ഞു വെക്കുന്നത്, അവരുടെ ചർച്ചയിൽ അവരുടെ മാധ്യമങ്ങളിൽ ഒക്കെ പറഞ്ഞു വെക്കുന്നത് രണ്ടും കണക്കാണ്. ഇടതുപക്ഷവും വലതുപക്ഷവും കണക്കാണ്. എന്തിനാണ് കണക്കാക്കുന്നത്? നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇവരെ തെരഞ്ഞെടുത്തോളൂ, അവരും ഇതുപോലെ തന്നെയാണ്. ഇതാണ് കണക്കാണ്. ആ കണക്കാക്കാൻ വേണ്ടി മാന്യമായി ജീവിക്കുന്ന ആളുകളുടെ ഉടുതുണി പറിക്കാൻ ശ്രമിച്ചു അല്ലേ? എന്റെ എന്താ പറഞ്ഞേ, ടീച്ചർ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച അവർ വലിയ പ്രശ്നം നടക്കുന്നു. അവരുടെ വീട്ടിൽ ഭർത്താവ് കടന്നല്ലിപ്പോയിരിക്കുന്നു, MLA അടക്കം പിടിച്ചിരിക്കുന്നു. CPM പാഞ്ഞൂർ ഏരിയ കമ്മിറ്റി അംഗം P. സരോജിനി, K. ദേവാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. മൊകേരിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച അണ്ണേരി പുരുഷോത്തമൻ CPMന്റെ മൊകേരി ലോക്കൽ കമ്മിറ്റിയുടെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും മൊകേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം വിവിധ കലാപരിപാടികളും അരങ്ങേറി. പാത്തിപ്പാലം മുതൽ മുത്താരപ്പിടിക വരെ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ വമ്പിച്ച ജനകീയ റാലിയും നടന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിങ്ങത്തൂർ ടൗൺ യൂണിറ്റ് കുടുംബസംഗമവും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിങ്ങത്തൂർ ടൗൺ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കാലഘട്ടത്തിൽ സാമൂഹികപരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് വികസന രംഗത്ത് ഏറ്റവും കൂടുതൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് എല്ലാ സ്ഥലത്തും. ഞാനിപ്പോൾ വരുന്നത് കൂട്ടുകാർ മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ്. അവിടെ വ്യാപാരികളൊക്കെ ചേർന്നുകൊണ്ടാണ് പല കാര്യങ്ങളും ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ലൈറ്റും അതുപോലെ തന്നെ അവരുടെ മറ്റ് കാര്യങ്ങളും സിഗ്നൽ ലൈറ്റും ഒക്കെ തന്നെ CCTV എടുക്കാനുമാണ് മുന്നോട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരായിട്ടാണ് മാറുന്നത്. അതോടൊപ്പം കുടുംബങ്ങൾ, ഏതെങ്കിലും കുടുംബങ്ങൾക്ക് അത്യാഹിതങ്ങളുണ്ടായാൽ അല്ലെങ്കിൽ രോഗശൈലി കിടക്കുന്നവരുടെ അവരെ സഹായിക്കാൻ മുന്നോട്ട് വരും. സാമൂഹ്യപരമായിട്ട് നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ട് മാറിക്കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യാപാരികളൊക്കെ തന്നെ മുന്നോട്ട് പോകും. എല്ലാ അർത്ഥത്തിലും വ്യാപാരികൾ എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിൻ്റെ എഫക്റ്റാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിങ്ങത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് ഹമീദ് കിടഞ്ഞി അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി ഷഫീഖ് ലോക്ക്വേൾഡ് സ്വാഗതം പറഞ്ഞു. പാഞ്ഞൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം മുഖ്യാതിഥിയായി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി മുഖ്യ പ്രഭാഷണം നടത്തി. 50 കോടിക്ക് പകരം 80 കോടി ഉണ്ടെങ്കിലും അതിന് സാധിക്കില്ല. കാരണം പഴയ കെട്ടിടം നിർമ്മിച്ചുകൊണ്ടുവരാനുള്ള വിഷമം ആ കെട്ടിടത്തിൽ തന്നെ അതേ രൂപത്തിൽ പരിഷ്കരിച്ചുകൊണ്ട് വ്യാപാരം ചെയ്യാൻ കഴിയുമോ എന്ന പഠനങ്ങളൊക്കെ നടത്തേണ്ടത്. എല്ലാവരും വലിയ തോതിലുള്ള പിന്തുണകൾ പ്രഖ്യാപിക്കുന്നു. പക്ഷേ നമ്മൾ 2 കോടിയുടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 ദിവസം കൊണ്ട് ആ പണം കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ എല്ലാവരെയും വിശ്വാസത്തോടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതും വേഗം സ്വീകരിച്ച്. പാഞ്ഞൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ TK ഹനീഫ, ഉമൈസ് തിരുവമ്പാടി, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാഞ്ഞൂർ മേഖലാ പ്രസിഡന്റ് CK രാജൻ, കൗൺസിലർ MPK അയൂബ്,
NAM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ NA മുഹമ്മദ് റഫീഖ്, കൂടത്തിൽ കുഞ്ഞബ്ദുള്ള, മുസ്തഫ കല്ലുമ്മൽ, MTK ബാലൻ, C കുമാരൻ, റഹീം സഫ, അജ്നാസ് സഫാരി, C സരീഷ് കുമാർ, ശോഭന ഏഞ്ചൽ, NA മുനീർ, സക്കീർ നദാൽ, ബാബു സുരബി എന്നിവർ പ്രസംഗിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. തലശ്ശേരി നഗരസഭ മാരിയമ്മ വാർഡിൽ മുൻപുണ്ടായിരുന്ന പൊതു കക്കൂസ് പൊളിച്ചുമാറ്റിയ സ്ഥലത്തെ കക്കൂസ് മാലിന്യം പൊതുവഴിയിലേക്ക് ഒഴുകുന്നതായി പരാതി. സമീപത്തെ കിണറിലേക്ക് മലിനജലം എത്തുമെന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. മഴ പെയ്തതോടെ മലിനജലം പൊതുവഴിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. സമീപത്തെ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറിലേക്ക് മലിനജലം എത്തിയാൽ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെയാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. സമീപത്തെ അംഗൻവാടിയിൽ നടക്കുന്ന പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ ഈ പ്രശ്നം ജനപ്രതിനിധികൾക്ക് മുന്നിൽ നാട്ടുകാർ ഉന്നയിച്ചിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. പ്രദേശവാസികൾ മുനിസിപ്പാലിറ്റിയോട് അടിയന്തരമായി സ്ഥലപരിശോധന നടത്തി ശുചീകരണ നടപടികൾ സ്വീകരിക്കണമെന്നും മലിനജലം കിണറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അടിയന്തര പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടു. പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വികസിത കേരളം വികസിത പന്ന്യന്നൂർ പദ്ധതിയുടെ ഭാഗമായി വികസന സദസ്സും എക്സിബിഷനും 16 മുതൽ 19 വരെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കും. പരിപാടിയുടെ ഭാഗമായി വിളംബര കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം പഞ്ചായത്തിൽ നടന്ന വികസന പരിപാടികൾ വിശകലനം ചെയ്യുന്നതിനും തുടർ വികസന പരിപാടികൾക്ക് ജനങ്ങളിൽ നിന്നും നിർദ്ദേശം സ്വീകരിച്ച് സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനും വേണ്ടിയാണ് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത്. സെമിനാറുകൾ, പ്രദർശനങ്ങൾ, ആരോഗ്യ ക്ലാസുകൾ, യുവജന പരിപാടികൾ, കുടുംബശ്രീ സംഗമങ്ങൾ, എല്ലാ വാർഡുകളിലും കുടുംബശ്രീ സംഗമം, യുവതീ യുവാക്കൾക്കായി തൊഴിൽമേള, യുവജന സംഗമം, രക്തദാന സേന രൂപീകരണം, ഗ്രാമീണ ചായക്കട ഉദ്ഘാടനം, വയോജനമേള, ലഘു വ്യായാമ രീതി, കണ്ണുപരിശോധന, മെഡിക്കൽ ക്യാമ്പ്, 18 വിവിധ എക്സിബിഷനുകൾ, കൃഷി ക്ലിനിക്ക്, ഫയർ ആൻഡ് റെസ്ക്യൂ, മെഡിക്കൽ ക്യാമ്പ്, കാഴ്ച പരിശോധന, ചിത്ര പ്രദർശനം, ലഹരിവിരുദ്ധ പ്രദർശനം, ഹരിതകർമ്മസേന ശുചിത്വ പ്രദർശനം, ഫുഡ് കോർട്ടുകൾ തുടങ്ങിയ പ്രദർശനങ്ങൾ നടക്കും. വിവിധ വാർഡുകളിലെ കലാപരിപാടി, വ്യത്യസ്ത മേഖലകളിലെ പ്രഗത്ഭരായവരെ അനുമോദിക്കൽ, ഗാനമേള എന്നിവയും ഉണ്ടാകും. 19 നടക്കുന്ന വികസന സദസ്സ് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK മണിലാൽ അധ്യക്ഷത വഹിക്കും. തുടർന്ന് സ്മാർട്ട് ഐ ക്യാമറ ഉദ്ഘാടനം, ബൊക്കാഷി ബക്കറ്റ് തുണിസഞ്ചി വിതരണ ഉദ്ഘാടനം എന്നിവയും വിവിധ പദ്ധതികൾക്കായി സ്ഥലം സൗജന്യമായി സംഭാവന ചെയ്തവരെ ആദരിക്കൽ എന്നിവയും ഉണ്ടാകും. മീത്തലച്ചമ്പാട് ഇൻഡോർ സ്റ്റേഡിയം മുതൽ അരിയാക്കോൽ ചോദാവൂർ ഹൈസ്കൂൾ വരെ നടന്ന കൂട്ടയോട്ടത്തിൽ കൊന്നം IPL, അരിയാക്കോൽ റെഡ് സ്റ്റാർ, യങ് സ്റ്റാർ ചമ്പാട്, ചോദാവൂർ NSS ടീം, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ചമ്പാട് വെസ്റ്റ് UP സ്കൗട്ട് ആൻഡ് ഗൈഡ്, KCK വോളി ടീം, വിന്നേഴ്സ് ടീം, പന്ന്യന്നൂർ ലൈഫ് ആൻഡ് കെയർ, ശുചിത്വ ആരോഗ്യ പ്രവർത്തകർ, യുവജന കായിക താരങ്ങൾ, ബഹുജനങ്ങൾ എന്നിവർ അണിനിരന്നു. ചൊക്ലി ഉപജില്ലാ സ്കൂൾ കലോത്സവം രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ 1, 3, 4, 5 തീയതികളിലായി നടക്കും. ലോഗോ പ്രകാശനം സ്കൂളിൽ നടന്നു. 75 വിദ്യാലയങ്ങളിൽ നിന്നായി 3000-ലധികം മത്സരാർത്ഥികൾ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. ലോഗോ പ്രകാശനം ചൊക്ലി ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ CK രമ്യ നിർവഹിച്ചു. സ്കൂൾ മാനേജർ പ്രസീദ് കുമാർ ഏറ്റുവാങ്ങി. പ്രധാനാധ്യാപിക N സ്മിത, ഉപപ്രധാനാധ്യാപകൻ K ഉദയകുമാർ, സ്റ്റാഫ് സെക്രട്ടറിമാരായ A രജീഷ്, TP ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ പ്രശാന്തൻ തച്ചറത്ത് സ്വാഗതവും പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ AK അനീഷ് നന്ദിയും പറഞ്ഞു. PTA പ്രസിഡന്റ് N അനൂപ് അധ്യക്ഷത വഹിച്ചു. ആ നിലയിലാണ് ഈ മഹാമേള എന്തുകൊണ്ടും ഭംഗിയാക്കാൻ വേണ്ടി സാധിക്കും എന്ന് ഞാൻ കരുതുന്നത്. ഈ നവംബർ 1, 3, 4, 5 തീയതികളിലാണ് ഇവിടെ വെച്ച് നമ്മുടെ 5000-ഓളം വരുന്ന പ്രതിഭകൾ 64 സ്കൂളിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട്
വലിയ മത്സരാധിഷ്ഠിതമായ മത്സരങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ തീരുമാനിച്ചതുപോലെ എല്ലാ നിലയിലും ഈ പരിപാടി, ഈ മേള വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരേ മനസ്സോടുകൂടി അതിനെ ആ നിലയിൽ തന്നെ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഈ ഒരു മേളയുടെ ഭാഗമായി കുറേയേറെ ആലോചനകൾ കഴിഞ്ഞു മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ഇതിൻ്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങെന്ന നിലയിൽ ഇതിൻ്റെ ലോഗോ പ്രകാശനം. ഷൈജിൻ ടി മാക്സ് ആണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്. 31 വൈകിട്ട് ചുക്ലി ടൗണിൽ വിളംബര ജാഥയും നടത്തും. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളി മുന്നേറ്റമെന്ന മുദ്രാവാക്യമുയർത്തി ന്യൂമാഹിയിൽ BMSന്റെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. പദയാത്രയുടെ സമാപനം BMS ദക്ഷിണ ക്ഷേത്രീയ സഹസംഘടന സെക്രട്ടറി MP രാജീവൻ ഉദ്ഘാടനം ചെയ്തു. ഉന്നയിച്ചുകൊണ്ട് കേരള സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഭാരതീയ മസ്ദൂർ സംഘം കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തലത്തിൽ നടത്തുന്ന കാൽനട പ്രചരണ ജാഥയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഈ പദയാത്രയിൽ ഏവരും സഹകരിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ സുന്ദരമോഹന വാഗ്ദാനങ്ങളുമായി അധികാരത്തിലേറിയ ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കണമെന്നും കോടിക്കണക്കിന് വിശ്വാസികൾ ആരാധിച്ചു പൂജിക്കുന്ന അയ്യപ്പസ്വാമിയുടെ സ്വർണം കൊള്ളയടിച്ചവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും MP രാജീവൻ ആവശ്യപ്പെട്ടു. നിത്യോപയോഗ സാധനങ്ങളുടെ അടക്കം സർവ്വമേഖലയിലും വിലക്കയറ്റം നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയായി കിടക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് DA കുടിശ്ശികയായി ഇതുവരെ നൽകിയിട്ടില്ല. സർക്കാർ ജീവനക്കാരുടെ 12ാം ശമ്പള കമ്മീഷൻ ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ലെന്നും ഇങ്ങനെ സർക്കാരിൻ്റെ അനാസ്ഥകൾ നിരവധിയാണെന്നും BMS ശക്തമായ തൊഴിലാളി പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, കേരളത്തിലെ എല്ലാ തൊഴിൽ മേഖലയെയും പ്രതിസന്ധിയിലാക്കിയ ഒരു സർക്കാർ. സാധാരണക്കാരന് ജീവിതം കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത രീതിയിൽ നിത്യോപയോഗ സാധനത്തിൻ്റെ വില വാണം പോലെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. കാർഷിക മേഖല, വ്യവസായ മേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, സാംസ്കാരിക മേഖല, ഇങ്ങനെ കേരളത്തിലെ എല്ലാ മേഖലയെയും തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഭാരതീയ മസ്ദൂർ സംഘം പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിയത്. നമുക്കറിയാം, കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളം എന്ന ഈ സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ബാലറ്റിലൂടെ കേരളത്തിൽ ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ ഗവൺമെന്റ് ശ്രീമാൻ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ് ആയിരുന്നു. 1957 ഏപ്രിൽ മാസം 5-ാം തീയതി ശങ്കരൻ നമ്പൂതിരിപ്പാട് സത്യപ്രതിജ്ഞ ചെയ്ത് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റെടുത്തു. 59 വർഷങ്ങൾക്കുള്ളിൽ പിന്നീട് നിരവധി രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികളായി കേരളത്തിൽ ഭരണം നടത്തി. 59 വർഷങ്ങൾക്ക് ശേഷം 2016 ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അധികാരത്തിലേക്ക്. ഒളവിലം തൃക്കണ്ണാപുരം ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച പദയാത്ര ജില്ലാ സെക്രട്ടറി E രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പാത്തിക്കൽ, പള്ളിപ്പുറം, പെരിങ്ങാടി പോസ്റ്റ് ഓഫീസ്, മമ്മിമുക്ക്, കല്ലായിയങ്ങാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ നൽകിയ സ്വീകരണങ്ങൾക്ക് ശേഷം പദയാത്ര ന്യൂമാഹി ടൗണിൽ സമാപിച്ചു. മാഹി മേഖലാ പ്രസിഡന്റ് സത്യൻ ചാലക്കര അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം P കൃഷ്ണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ KT സത്യൻ, KTK ബിനീഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് M പ്രസന്നൻ, അനീഷ് കൊള്ളുമ്മൽ തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ ലീഡർ വിനീഷ് മമ്പള്ളി നന്ദി പറഞ്ഞു. പദയാത്രയ്ക്ക് UC ബാബു, K ശശി, K രൂപേഷ്, PK ദയാനന്ദൻ, P പ്രദീപൻ, KK സജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കതിരൂർ മണ്ഡലം കമ്മിറ്റി 41ാം വാർഷിക സമ്മേളനം പൊന്നം LP സ്കൂളിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ ഇടയിൽ നിന്ന് ആ ഒരു വർഷം ചെലവേത വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ച് പാസാക്കുകയും ഈ ഒരു സമ്പ്രദായമൊന്നും നമ്മുടെ മാതൃപ്രസ്ഥാനത്തിൽ ഉണ്ടായില്ല. അതാണ് നമ്മുടെ മാതൃപ്രസ്ഥാനം കുറച്ച് പിന്നോട്ടടിക്കാനുള്ള കാരണം എന്ന് നമുക്ക് ഏറെ ചിന്തിക്കാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ വളരെ ജനാധിപത്യ ക്രമത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഓരോരോ വർഷത്തിലും നമ്മുടെ വാർഷിക സമ്മേളനങ്ങൾ നടത്തി ആ വാർഷിക സമ്മേളനത്തിൽ കഴിവുള്ളവരാ ജനാധിപത്യപരമായ കഴിവുള്ളവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തുകൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറെ കാലം ഭരണ രംഗത്ത് നിൽക്കുന്നവര് മാറിക്കൊടുത്ത പുതിയ അംഗങ്ങൾക്ക് പരിശീലിപ്പിച്ചുകൊണ്ട് അവരെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്നു. TK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി P സുഗദേവൻ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. MV മോഹൻദാസ്, PK രാജേന്ദ്രൻ, N ഹരീന്ദ്രൻ, A പ്രേമരാജൻ, KK നാരായണൻ, PV വത്സലൻ, KV വിജയൻ, PK ലീല, N പുഷ്പ എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം PV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. TP ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ദേവദാസ് വെള്ളോത്ത്, M സോമനാഥൻ, KK രവീന്ദ്രൻ, K രാമചന്ദ്രൻ, P സതി, PK ശ്രീധരൻ, KM പവിത്രൻ, PV നാണിക്കുട്ടി, EV സുഷമ എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മൊകേരി മണ്ഡലം വാർഷിക സമ്മേളനവും നവാഗതരെ സ്വീകരിക്കലും നടന്നു. വള്ളിയായി ശ്രീനാരായണ വിലാസം LP സ്കൂളിലാണ് പരിപാടി നടന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മൊകേരി മണ്ഡലം വാർഷിക സമ്മേളനവും നവാഗതരെ സ്വീകരിക്കലും വിപുലമായ പരിപാടികളുടെ
വള്ളിയായി ശ്രീനാരായണ വിലാസം LP സ്കൂളിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി അംഗം VV ഉപേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം KSSPU എന്നുള്ള സംഘടന ഇപ്പോൾ എവിടെയാവുന്നതെന്ന് നമുക്ക് ആർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ സംഘടന ഇപ്പം കഴിഞ്ഞ ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അവർ ഏതായാലും ഈ പെൻഷൻ സമൂഹത്തിൽ നിന്നും മറ്റും അതുകൊണ്ട് ആ സംഘടനയിൽ നിന്ന് ഓരോ ദിവസവും നമ്മുടെ സംഘടനയിലേക്ക് ആളുകൾ ഓരോരുത്തരായി കിടന്നു. അപ്പോൾ ആ സംഘടനയുടെ കാര്യം നമ്മൾ സർക്കാർ മാറ്റി നിർത്തുന്നതാണ്. അപ്പം ഞാനീ പറഞ്ഞു വരുന്നത് നമ്മുടെ സംഘടന നടത്തുന്ന നിരന്തരമായ സമരം. അപ്പോൾ പല ആളുകളും ചോദിക്കും, ഈ സമരം ഈ പിണറായി സർക്കാരിനോട് ഈ സമരം നടത്തുന്നത് വലിയ കാര്യമില്ല, നിങ്ങളുടെ പണിയൊന്നുമില്ല, ഈ സമരം നടത്തുന്നത് പിണറായി സർക്കാരിൻ്റെ പ്രസിഡന്റ് K. അശോകൻ അധ്യക്ഷനായി. സെക്രട്ടറി C. ശശി സ്വാഗതം പറഞ്ഞു. M. ശോഭന പ്രാർത്ഥന നടത്തി. വിജയൻ ഉച്ചുമൽ നവാഗതരെ സ്വീകരിച്ചു. വെൽഫെയർ ഫണ്ട് ഏറ്റുവാങ്ങൽ DCC സെക്രട്ടറി ഹരിദാസ് മുഖേരി നിർവഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് K. കൃഷ്ണ മാസ്റ്റർ, സംസ്ഥാന കമ്മിറ്റി വനിതാ ഫോറം അംഗം ഗീത കൊമ്മേരി, സംസ്ഥാന കൗൺസിൽ അംഗം TA വത്സരാജ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് K. സുധാകരൻ, സെക്രട്ടറി UN സത്യചന്ദ്ര മാസ്റ്റർ, AM ജഗദീപൻ, KK ഗീത ടീച്ചർ, K. സരള, ഉഷാരാജൻ, PT രത്നാകര മാസ്റ്റർ, M. രതിദേവി എന്നിവർ പ്രസംഗിച്ചു. പിണറായി കോളാട് U. രാഘവൻ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം, ഡോക്ടർ ദാമോദരൻ കണ്ണാശുപത്രി കൂത്തുറമ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോളാട് ജൂനിയർ ബേസിക് LP സ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ ഉദ്ഘാടനം ചെയ്തു. A. സുധീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. P. രത്നാകരൻ, M. പ്രമോദ്, ഡോക്ടർ ദീപ, ഡോക്ടർ ശ്രീകർ എന്നിവർ സംസാരിച്ചു. സൗജന്യമായി മരുന്ന് വിതരണവും ചെയ്തു. U. രാഘവൻ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിൻ്റെയും കൂത്തുപറമ്പ് ഡോക്ടർ ദാമോദരൻ ഐ ഹോസ്പിറ്റലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ നേത്ര പരിശോധന ക്യാമ്പിൽ ദാമോദർ ഹോസ്പിറ്റലിലുള്ള പ്രശസ്തരായ ഡോക്ടർമാർ ഡോക്ടർ ദീപ, ഡോക്ടർ ശ്രീശങ്കർ എന്നിവരും 6ഓളം ഓപ്റ്റിമെട്രിസ്റ്റുകളും ഈ ക്യാമ്പിൽ പരിശോധനയ്ക്ക് വന്നിട്ടുണ്ട്. ഭാരതീയ വിചാര കേന്ദ്രം മാഹി സ്ഥാനീയ സമിതിയുടെ നേതൃത്വത്തിൽ ഇരട്ടപ്പിലാക്കൂരിൽ സരസ്വതി ദക്ഷിണയും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. പരിപാടിയിൽ ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന ജനറൽ സെക്രട്ടറി KC സുധീർ ബാബു ഭാരതീയ കുടുംബ സംവിധാനം എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചു. ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന ജനറൽ സെക്രട്ടറി KC സുധീർ ബാബു ഭാരതീയ കുടുംബ സംവിധാനം എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചു. ഒരു ഏകനീടം അല്ലെങ്കിൽ ഒരു കുടുംബം ആയി ലോകത്തെ മുഴുവൻ കാണുകയും ആ ലോകത്തെ മുഴുവൻ കാണുന്നതിൻ്റെ ആശയത്തിൽ നിന്ന് നമ്മുടെ ചെറിയ കുടുംബത്തെ പുലർത്തുകയും ചെയ്യുന്ന ഒരു ആവശ്യകത നമ്മുടെ മുമ്പിലുണ്ട്. അതിനെല്ലാം വെല്ലുവിളിക്കുന്ന ധാരാളം ആശയങ്ങൾ നമ്മുടെ ചുറ്റും ഒഴുകി നടക്കുന്നുണ്ട്. ഈ ആശയങ്ങൾ നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ മക്കളെയും ഒഴുക്കിക്കൊണ്ടുപോകും എന്ന കാര്യത്തിൽ സംശയം. അതുകൊണ്ട് സമയം അപ്പോൾ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് മാഹിയിൽ മാത്രമല്ല എല്ലാ ജില്ലകളിലും, നമ്മുടെ എല്ലാ ജില്ലകളിലും, കണ്ണൂരും ബാക്കി എല്ലാ ജില്ലകളിലും സംസ്കൃതി പാഠശാല എന്ന ഒരു പ്രത്യേക 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് നാം നടത്തുന്നുണ്ട്. സ്കൂൾ അടച്ചിരിക്കുന്ന സമയത്ത് മെയ് മാസത്തിൽ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മുടെ മക്കൾക്ക് ഒരു 9ാം ക്ലാസ് മുതൽ ഒരു 12ാം ക്ലാസ് വരെ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ഡിഗ്രി വരെയൊക്കെ പഠിക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ച് കൊണ്ടുവന്ന് 2 ദിവസം നമ്മുടെ ഇതുപോലത്തെ ഒരു ഹാളിൽ ഇരുത്തി നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രം എന്താണ്, ഭാരതത്തിൻ്റെ സംസ്കാരം എന്താണ്, ഷഡ്ദർശനങ്ങൾ എന്താണ്, വേദാന്തം എന്താണ്, നമ്മുടെ ആചാര്യന്മാർ ആരൊക്കെയാണ്, വൈദേശിക ആക്രമണം എന്താണ്, ഭാരതത്തിൽ നിന്ന് അലക്സാണ്ടർ ചക്രവർത്തി ആക്രമിച്ചു വന്നപ്പോൾ എന്തിനാണ് നമ്മൾ എതിർത്ത് നിന്നത്, ഇങ്ങനെ പല ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭാരതത്തിൻ്റെ റെസിസ്റ്റൻസ്, വിദേശ ശക്തികൾക്കെതിരായ ഭാരതത്തിൻ്റെ റെസിസ്റ്റൻസ്. ഒരു വിദേശ ശക്തിയെ ഭാരതത്തിൻ്റെ മണ്ണിൽ ഒരാൾ എതിർത്ത് തോൽപ്പിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ. ആരാന്നറിയാമോ? ഭാരതീയ വിചാര കേന്ദ്രം മാഹി സ്ഥാനീയ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോകുലൻ സ്വാഗതം പറഞ്ഞു.
ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. വിചാരകേന്ദ്ര മാഹി സ്ഥാനീയ സമിതി ഇത്തവണ മുതൽ ഏർപ്പെടുത്തിയ കർമ്മകീർത്തി പുരസ്കാരം പ്രമുഖ വ്യവസായി രാജൻ കല്ലാടന് സംസ്ഥാന സെക്രട്ടറി സുധീർ ബാബുവും വിശിഷ്ട സേവനത്തിനുള്ള പുതുച്ചേരി മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ മനോജ് കുമാറിനുള്ള ഉപഹാരം ഡോക്ടർ വി കെ വിജയനും നൽകി. സ്ഥാനീയ സമിതി സെക്രട്ടറി കെ പി മനോജ് നന്ദി പറഞ്ഞു. കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടവത്തൂർ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡിയും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. കടവത്തൂർ LP സ്കൂളിൽ നടന്ന പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. ലീഗൽ മെട്രോളജിയുടെ പരിശോധനകൾ കർശനമാക്കി. കെട്ടിട നികുതി വർഷം വർദ്ധിപ്പിച്ചു. മിനിമം വേജസ് വർദ്ധിപ്പിച്ചു. പീഡിക തൊഴിലാളിയുടെ വർധനവ് ക്രമാതീതമായി വർദ്ധിപ്പിച്ചു. ചുമട്ടുതൊഴിലാളി മേഖലയിൽ യാതൊരു തരത്തിലും നിയന്ത്രണമില്ലാതെ കൂലി വർദ്ധിപ്പിച്ചു. ചുമട്ടുതൊഴിലാളി മേഖലയിൽ എല്ലാ മേഖലയിലും വർധനവ്. നിരോധിച്ച പ്ലാസ്റ്റിക്കിന്റെ പേരിൽ പരിശോധന നടത്തി വ്യാപാരികളെ ദ്രോഹിക്കുന്നു. നിരോധിച്ച മാലിന്യങ്ങൾ നിരോധിച്ചെങ്കിലും ഒരു മാസം 100 രൂപ കൊടുത്തില്ലെങ്കിൽ 1200 രൂപ കൊടുത്തില്ലെങ്കിൽ വ്യാപാര ലൈസൻസ് പുതുക്കിത്തരാതെ വ്യാപാരികളെ ദ്രോഹിക്കുന്നു. കൂട്ടത്തോടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒന്നിച്ചു വന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ പരിശോധിക്കുന്നു. പാർട്ട്ണർഷിപ്പിലാണ് വ്യാപാരം ചെയ്യുന്നതെങ്കിൽ ഒരു വ്യാപാര സ്ഥാപനത്തിന് 1 അല്ല 5 പാർട്ട്ണർമാരുണ്ടെങ്കിലും 5 പേരെയും നിയമം ചൂണ്ടിക്കാണിക്കൊണ്ട് അവരെ ദ്രോഹിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. വ്യാപാരം, ചെറുകിട വ്യാപാരം ഓരോ വർഷവും 10ഉം 15ഉം ശതമാനം അടച്ചുപൂട്ടലിന്റെ വക്കിലേക്ക് പോകുന്നു. ബാങ്കുകളെ നിയന്ത്രിക്കാൻ നിയമമുണ്ടെങ്കിലും ബാങ്കുകളെ കണ്ണടച്ചു വിട്ടുകൊടുത്തുകൊണ്ട് ബാങ്കിൽ നടത്തുന്ന ഓരോ ഏർപ്പാടിനും പല വിധത്തിലുമുള്ള ചാർജുകൾ ഈടാക്കി ചെറുകിട വ്യാപാര മേഖലയെ അങ്ങനെയും ദ്രോഹിക്കുന്ന സമീപനം മത്സരിച്ച് നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ നാട് മുന്നോട്ടേക്ക് നീങ്ങുന്നത്. യൂണിറ്റ് ജനറൽ സെക്രട്ടറി KK ദാമോദരൻ റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ A ഗോവിന്ദദാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കയിൽ പഴയ കാല വ്യാപാരികളെ ആദരിക്കലും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കൾക്കുള്ള അനുമോദനവും നിർവഹിച്ചു. അതുകൊണ്ട് തന്നെ ഇതവർക്കൊരു കയ്യടി ഒഴിച്ചുകൊണ്ട് കുട്ടികൾ. മേഖലാ പ്രസിഡന്റ് CK രാജൻ പുതിയ മെമ്പർഷിപ്പുകൾ വിതരണം ചെയ്തു. മുട്ടത്തോട് റേഷൻ ഷോപ്പ് ശ്രീധരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് CC വർഗീസ്, വാർഡ് അംഗം EK തങ്കമണി, A സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് പുത്തലത്ത് നാസർ അധ്യക്ഷത വഹിച്ചു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രംഗീഷ് കടവത്ത് ജീവിതമാണ് ലഹരി എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. കടവത്തൂർ യൂണിറ്റ് ജനറൽ കൺവീനർ MP ഉത്തമൻ സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി അബ്ബാസ് വാപ്പറത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് വിനോദ മത്സരങ്ങൾ, പ്രശസ്ത ഗായകൻ ഫിറോസ് നാഥാപുരം നയിച്ച മ്യൂസിക് ട്രീറ്റ് എന്നിവ അരങ്ങേറി. നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കുള്ള പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായി. തലശ്ശേരി നഗരസഭാ കൗൺസിൽ തബ്സം ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഉദ്ഘാടനം തലശ്ശേരി നഗരസഭാ കൗൺസിലർ തബ്സം നിർവഹിച്ചു. നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിലാണ് പരിപാടി നടന്നത്. ട്രസ്റ്റ് ചെയർമാൻ VK സന്തോഷ് കുമാർ അധ്യക്ഷനായി. നിലാവ് പ്രവർത്തകരായ റഫീഖ് MC, PM രാജീവൻ, A ബിജി എന്നിവർ പങ്കെടുത്തു. നിലാവ് വൈസ് ചെയർമാൻ V സാജൻ സ്വാഗതവും TP പ്രദീപ് നന്ദിയും പറഞ്ഞു. മൃഗസംരക്ഷണ വകുപ്പിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും സഹകരണത്തോടെ പാനൂർ നഗരസഭ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ 2ാമത്തെ ചിക്കൻ ഔട്ട്ലെറ്റ് പുല്ലൂക്കര മുക്കിൽപീടികയിൽ പ്രവർത്തനം ആരംഭിച്ചു. KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. മൃഗസംരക്ഷണ വകുപ്പിന്റെയും കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെയും സഹകരണത്തോടെയാണ്
പാനൂർ നഗരസഭ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ രണ്ടാമത്തെ കേരള ചിക്കൻ ഔട്ട്ലെറ്റ് പുല്ലുക്കര മുക്കിൽപിടികയിൽ പ്രവർത്തനം ആരംഭിച്ചത്. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള ഒരുപാടുണ്ട്. നമുക്കെന്ത് തന്നെ പറഞ്ഞാലും അത് ഈ കേരളത്തിലുണ്ടായ കാലം മുതൽ അത് ഒന്നൊന്ന് മുന്നോട്ട് വന്നുകൊണ്ട് ഇപ്പം നമുക്ക് കുടുംബത്തിലെ ഒരു വനിതയാണെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുക. പഴയകാലത്ത് പുരുഷന്മാർക്ക് മാത്രം സാധിച്ചിരുന്ന പലതും ഇന്ന് സ്ത്രീകൾ കുടുംബത്തിലൂടെ പ്രിയപ്പെട്ട സഹോദരന്മാർ മുന്നോട്ട് വരിക. അങ്ങനെ വളരെ അഭിമാനമായിട്ട് എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും ഒക്കെ തന്നെ കുടുംബശ്രീയുടെ വിവിധ പദ്ധതികൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നാടിന് ഗുണകരമായിട്ട് വരിക. ഇവിടെ ആ വിപണന കേന്ദ്രത്തിൽ നമുക്കറിയാം സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന നല്ല തരം കോഴികളെ എടുത്തുകൊണ്ട് അത് നന്നാക്കി മുറിച്ച് അതിൽ നമുക്ക് ഭക്ഷിക്കാൻ പാകത്തിൽ മുന്നോട്ട് വരുന്ന രൂപത്തിലേക്ക് വരികയാണ്. അപ്പോൾ അതൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും അതിലൂടെ സംരംഭകർക്ക് അത് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ വിപണന രംഗത്ത് നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ പറഞ്ഞു. പാനൂർ നഗരസഭാ കൗൺസിലർ KP ഹാഷിം അധ്യക്ഷനായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ M വിജയൻ പദ്ധതി വിശദീകരിച്ചു. നമുക്കറിയാം കുടുംബശ്രീ ഇന്ന് രൂപം നൽകിയത് തന്നെ സ്ത്രീ ശാക്തീകരണം, അതുപോലെ തന്നെ ദാരിദ്ര്യ ലഘൂകരണം. ഈ രണ്ട് രംഗത്തും നമുക്ക് ലോക നിലവാരത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യ പദ്ധതി എന്നാണ് ഒരു കാലഘട്ടത്തിൽ മഞ്ഞു കാലഘട്ടത്തിൽ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടത്. ആ തരത്തിലായിരുന്നു. അവിടെ നിന്നാണ് അടുക്കളയുടെ 4 ചുവരുകളിൽ തളയ്ക്കപ്പെട്ട സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട സ്ത്രീകൾക്ക് അഹല്യയ്ക്ക് ശാപമോക്ഷം കിട്ടിയ പോലെയാണ് ഓരോ കുടുംബശ്രീ യൂണിറ്റുകളിൽ കുടുംബശ്രീ സംവിധാനങ്ങൾ നിലകൊണ്ടത്. നഗരസഭാ കൗൺസിലർമാരായ ഉമൈസ് തിരുവമ്പാടി, P സീനത്ത്, CDS ചെയർപേഴ്സൺ AK ശോഭന, VK ജുമാന എന്നിവർ സംസാരിച്ചു. വർദ്ധിക്കുന്ന കോഴിയിറച്ചി വില നിയന്ത്രിക്കുകയും നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന കോഴികളെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പാനൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫ്യൂച്ചർ ഡിസൈൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായി ഫിറ്റ്നസ് ട്രെയിനിങ്ങും നീന്തൽ പരിശീലനവും ആരംഭിച്ചു. ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. V ഹാരിസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഷാനാസ് സംസാരിച്ചു. NK അബ്ദുള്ള സ്വാഗതവും മിൻഹാജ് നന്ദിയും പറഞ്ഞു. ട്രെയിനർ ഫാത്തിമ അബ്ദുള്ള പരിശീലനത്തിന് നേതൃത്വം നൽകി. TC നിസാർ, V റഫീഖ്, മസ്ന ടീച്ചർ, സമീന, നസ്ല എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ നിയമസഭ തെരഞ്ഞെടുപ്പിൽ ആവശ്യമെങ്കിൽ സഭ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ. സഭ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ട സാഹചര്യം ഉണ്ടാക്കരുതെന്നും ഫാദർ ഫിലിപ്പ് കവിയിൽ. പെൺകുട്ടികൾ ബിരുദ പഠനത്തിൽ വിദ്യാഭ്യാസം മതിയാക്കരുതെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ. ബിരുദാനന്തര ബിരുദ കോഴ്സിലും ഗവേഷണ മേഖലയിലും മുന്നേറി വിവിധ തലങ്ങളിലെ ജോലി കരസ്ഥമാക്കണമെന്നും സ്പീക്കർ.
കോതമംഗലത്ത് സ്വകാര്യ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ. മന്ത്രിയുടെ തലയിൽ എന്തെങ്കിലും വെച്ചുകെട്ടി വിവാദമുണ്ടാക്കാൻ ശ്രമിക്കേണ്ടെന്നും കെ ബി ഗണേഷ് കുമാർ. കണ്ണൂരിൽ കേബിൾ ടി വി ശൃംഖല വ്യാപകമായി മുറിച്ചു നശിപ്പിച്ച KSEB ഉദ്യോഗസ്ഥന്റെ ഹീനമായ നടപടിക്കെതിരെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. സംഭവത്തിൽ പ്രതിഷേധിച്ച് ചൊവ്വ KSEB ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.